أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أيام معدودات فمن كان منكم مريضا وعلى سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين ومن تطوع خيرا فهو خير الله وأن تصوموا خير لكم وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون
ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്: വിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ധാർമ്മികവും ആത്മീയവുമായ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതരാകും വിധം ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി. ഈ വ്രതാനുഷ്ഠാനം ചില നിശ്ചിത ദിവസങ്ങളിലാണ്. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി രോഗിയോ യാത്രയിലോ ആയാൽ മറ്റു ദിവസങ്ങളിൽ അവർ എണ്ണം പൂർത്തീകരിച്ചു കൊണ്ടുള്ളട്ടെ. പ്രായശ്ചിത്തം നൽകുന്നതിന് കഴിവുള്ളവർ ഒരു അഗതിയുടെ ആഹാരം പ്രായശ്ചിത്തമായി നൽകേണ്ടതാണ്. ഇനി ആരെങ്കിലും പൂർണ്ണമായും അനുസരണം പുലർത്തിക്കൊണ്ട് വല്ല നന്മയും ചെയ്യുന്നുവെങ്കിൽ അതയാൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാണെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമത്രേ. സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഈ മാസത്തിന് സാക്ഷ്യം വഹിച്ചാൽ അയാൾ ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും താൽക്കാലികമായി രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്യുന്ന പക്ഷം ആ എണ്ണം മറ്റു ദിനങ്ങളിൽ പൂർത്തിയാക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. ഇതാകട്ടെ, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിനും അള്ളാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അവനെ മഹത്വപ്പെടുത്തുന്നതിനും നിങ്ങൾ കൃതജ്ഞത കാണിക്കുന്നതിനും വേണ്ടിയാകുന്നു. എന്നെ സംബന്ധിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുന്ന പക്ഷം പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും, അവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അവർ എന്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ സന്മാർഗം പ്രാപിക്കുന്നതിനു വേണ്ടി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വർഷം നമുക്ക് ഒരിക്കൽ കൂടി റമദാൻ മാസത്തിലൂടെ കടന്നു പോകാനുള്ള അവസരം കരഗതമായിരിക്കുകയാണ്. എപ്പോഴും ഇക്കാര്യം ഓർക്കുക, റമദാൻ മാസം ലഭിക്കുകയും അതിലൂടെ കടന്നു പോകുകയും ചെയ്യുക മാത്രം കൊണ്ടായില്ല. അതുപോലെ അത്താഴം കഴിച്ച് നോമ്പെടുക്കുകയും വൈകിട്ട് നോമ്പ് തുറയാലെ നോമ്പ് മുറിക്കുകയും ചെയ്യുക എന്നത് നോമ്പ് കൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്നില്ല. മറിച്ച് ഈ നോമ്പുകൾ എടുത്തും ഈ നോമ്പുകൾ മുഖേനയും നാം നമ്മുടെ അന്തരംഗങ്ങളിൽ സൽപരിവർത്തനം സംജാതമാക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമുക്ക് ചില കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. തൽഫലമായി അവ നടപ്പിൽ വരുത്തുന്നതിലൂടെ അവൻ നമുക്ക് തന്റെ സാമീപ്യവും ദുആ സ്വീകാര്യതയും നൽകുമെന്ന് സുവാർത്തയും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ഖുർആനിക വചനങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് പാരായണം ചെയ്തിട്ടുള്ളത്. ഞാൻ ഓതിയ ആയത്തുകളിൽ അള്ളാഹു നോമ്പ് നിർബന്ധ കടമയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, രോഗമോ മറ്റെന്തെങ്കിലും അനുവദനീയമായ കാരണമോ ഉണ്ടെങ്കിൽ നോമ്പിൽ ഇളവുണ്ടെന്നും എന്നാൽ അത് പിന്നീട് എടുത്തു വീട്ടണം എന്നുമാണ്. അല്ലെങ്കിൽ അതിന് ഫിദിയ അഥവാ പ്രായശ്ചിത്തം നൽകണം. എടുത്തു വീട്ടാൻ സാധിക്കുന്നില്ലെങ്കിൽ അഥവാ രോഗം വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ ഫിദിയ അഥവാ പ്രായശ്ചിത്തം കൊടുക്കുക. എന്നാൽ പിന്നീട് വീട്ടാൻ ആകുമെങ്കിലും ഫിദിയ കൊടുക്കുന്നത് നല്ലതു തന്നെയാണ്, സാമ്പത്തിക ശേഷി നിങ്ങളെ അതിന് അനുവദിക്കുന്നുണ്ടെങ്കിൽ. അതുകൂടാതെ വിശുദ്ധ ഖുർആന്റെ പ്രസക്തിയെയും അതിന്റെ അവതരണത്തെയും കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അത് പാരായണം ചെയ്യുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും നമുക്ക് ഈമാനും സന്മാർഗവും സുദൃഢമാക്കാനുള്ള മാർഗമാണ്. അതുപോലെ അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും അവൻ അയച്ചു തന്നിട്ടുള്ള അധ്യാപനങ്ങളെ മനസ്സിലാക്കുന്നതിനുമുള്ള മാർഗമാണ്. അതുകൂടാതെ നമുക്ക് മറ്റൊരു സുവാർത്തയും അവൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അല്ലയോ പ്രവാചകരെ, എന്റെ ദാസന്മാരെ ഇങ്ങനെ അറിയിക്കുക, ഞാൻ അവരോട് സമീപസ്ഥനാകുന്നു, പ്രാർത്ഥനകൾ കേൾക്കുകയും അവ സ്വീകരിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റമദാൻ മാസത്തിൽ അള്ളാഹു കീഴാകാശത്തിലേക്ക് വരുന്നു. അതായത് തന്റെ ദാസരുടെ പ്രാർത്ഥനകൾ അവൻ കൂടുതലായി ശ്രവിക്കുന്നു. എന്നാൽ അള്ളാഹു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാക്കുകളും കേൾക്കേണ്ടതായുണ്ട്. ഞാൻ നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവ വെറും റമദാൻ മാസത്തിൽ മാത്രമായിരിക്കരുത്. ജീവിതത്തിന്റെ തന്നെ സ്ഥിരമായ ഭാഗമാക്കി അവ മാറേണ്ടതുണ്ട്. ആ നന്മകളെയും നിങ്ങളുടെ ഈമാനെയും സുദൃഢമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട്
ദുആ സ്വീകാര്യതയ്ക്കും ചില നിബന്ധനകളുണ്ട്. നാം ഈ നിബന്ധനകളനുസരിച്ച് തങ്ങളുടെ പ്രാർത്ഥനകളെ അലങ്കൃതമാക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മുടെ സമീപസ്ഥനും ദുആ സ്വീകരിക്കുന്നവനുമായി നാം കാണുന്നതാണ്. ഇപ്പോൾ ഞാൻ ദുആയുമായി ബന്ധപ്പെട്ടുള്ള ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. അതായത് ദുആയുടെ പ്രാധാന്യം, നാം നമ്മുടെ കർമ്മപരമായ അവസ്ഥയിൽ സംസ്കരണം നടത്തേണ്ട കാര്യം, ദുആ സ്വീകാര്യതയുടെ നിബന്ധനകൾ എന്തൊക്കെ, അതുപോലെ അതിന്റെ തത്വശാസ്ത്രവും ഗഹനതയും എന്നിവയെക്കുറിച്ചെല്ലാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ ഉപരിതലമായ നിലയിൽ ദുആ ചെയ്തിട്ട് ഞങ്ങളുടെ ദുആകൾ അള്ളാഹു സ്വീകരിച്ചില്ല എന്നു പറയുന്നവരുണ്ട്. അതായത് അള്ളാഹുവിനെ നമ്മൾ ഒരു പണി ഏൽപ്പിച്ചു, അത് അവൻ അംഗീകരിക്കേണ്ടതായിരുന്നു. അതായത് നൗദുബില്ലാ, അള്ളാഹു അത്തരക്കാരുടെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അവർക്ക് തങ്ങൾ ഇഷ്ടമുള്ളത് പറയാം, തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പറയാം. അവരുടെ കർമ്മം ഏതു തരത്തിലും ഉള്ളതാകാം. എന്നാൽ അള്ളാഹു അതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പോലും. അള്ളാഹു സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, അത് നടക്കുകയില്ല തന്നെ. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ കർമ്മങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് അനുഗുണമാക്കണം. റമദാൻ മാസത്തിൽ നന്മകളുടെ അന്തരീക്ഷമുണ്ടാകുകയും ദർസും അതുപോലെ പഠനങ്ങളും മുമ്പത്തേക്കാൾ കൂടുതലായി നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്റെ മാർഗദർശനങ്ങളെയും കൽപ്പനകളെയും സശ്രദ്ധം ശ്രവിക്കുകയും പര്യാലോചന നടത്തുകയും തദനുസൃതം കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഈമാൻ എത്രത്തോളം ദൃഢതരമാണെന്ന് അവലോകനം ചെയ്യുക. എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷണത്തിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ ഈമാനിൽ ചാഞ്ചല്യം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് പരിശോധിക്കുക. ഈ വിഷയത്തിൽ ആദ്യ ചുവടുവയ്പ് നടത്തേണ്ടത് ദാസൻ തന്നെയാണ്. അക്കാര്യത്തിൽ ഔന്നത്യം വരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും കൃപാവരവും തിരതല്ലുന്നു, അവന്റെ അനുഗ്രഹം ആവേശം കൊള്ളുന്നു. അതുകൊണ്ട് ഇക്കാര്യം ഗ്രഹിക്കുക നമുക്ക് അനിവാര്യമാകുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരവസരത്തിൽ പറയുന്നു, ദുആ ഇസ്ലാമിന്റെ ഒരു സവിശേഷമായ അഭിമാനമാണ്. മുസ്ലിങ്ങൾ അതേക്കുറിച്ച് അഭിമാനം കൊള്ളേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മവെക്കുക, ദുആ എന്നത് വെറും ഒരു വാചക കസർത്തിന്റെ പേരല്ല. ഇത് ഹൃദയത്തെ ദൈവഭയം കൊണ്ട് നിറയ്ക്കുകയും ദുആ ചെയ്യുന്നവന്റെ ആത്മാവിനെ ദൈവസന്നിധാനത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന സംഗതിയാണ്. അത് ഒരുവന്റെ ബലഹീനതകളിലും അബദ്ധങ്ങളിലും ശക്തി ആർജിക്കുന്നതിനായി കേഴുകയും സർവശക്തനായ ദൈവത്തിൽ നിന്നും ഊർജവും കഴിവും പൊറുമയും തേടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ വാചകാന്തരേണ മരണം എന്നും പറയാം. ഈ സ്ഥിതി കൈവന്നാൽ ഉറപ്പായും മനസ്സിലാക്കുക, ദുആ സ്വീകാര്യതയുടെ വാതിൽ അവനായി തുറക്കപ്പെട്ടിരിക്കുകയും തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനും നന്മകളിൽ സ്ഥിരചിത്തത നേടാനുമായി സവിശേഷമായ ശക്തിയും അനുഗ്രഹവും സ്ഥൈര്യവും അവന് പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു മാർഗം എല്ലാറ്റിലും ഉപരിയായി ശക്തിവത്തായതാണ്. ഇതാണ് ദുആയുടെ രീതി. അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നതിനുള്ള മാർഗം ഇതാണ്. ദുആയെ സ്വീകാര്യോഗ്യമാക്കാനുള്ള വഴി ഇതാണ്. പാപങ്ങളിൽ നിന്നും വിശുദ്ധി കൈവരിക്കാനുള്ള മാർഗവും ഇതുതന്നെ. ഇന്ന് വളരെ പൊതുവായ ഒരു ചോദ്യം ഇപ്രകാരം ഉന്നയിക്കപ്പെടാറുണ്ട്: ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു, ഞങ്ങളിൽ ദൈവം സംപ്രീതനായി എന്നൊക്കെ എങ്ങനെ ഞങ്ങൾക്കറിയാൻ സാധിക്കും? ഇവിടെ ഇതേക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഒരു അടിസ്ഥാന തത്വം വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവുമായി യഥാർത്ഥ ബന്ധം സ്ഥാപിതമായാൽ അത് സ്ഥിരമായ ബന്ധമായിരിക്കും. അതിനായി ഒരു വ്യക്തി യഥാവണ്ണം പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ ആ വ്യക്തിക്ക് തിന്മകളിൽ നിന്നും രക്ഷ നേടാനുള്ള സ്ഥൈര്യം ലഭിക്കുമാറ് ദൈവാനുഗ്രഹമുണ്ടാകുന്നു. തിന്മകളിൽ നിന്നും മനുഷ്യന് രക്ഷ ലഭിക്കുന്നെന്നു മാത്രമല്ല, മറിച്ച് നന്മകൾ ചെയ്യാനും സ്ഥിരമായ നന്മകൾക്ക് അവന് ശക്തി പ്രദാനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊരു സ്ഥിതി സംജാതമായിട്ടില്ലെങ്കിൽ തനിക്ക് ദൈവസാമീപ്യം ലഭിച്ചു എന്ന് ഒരാൾക്കും ഒരിക്കലും പറയാനാകില്ല.
അതുകൊണ്ട് യഥാർത്ഥ ആരാധകനാകുവാൻ ഒരുവൻ ഈ നിലയ്ക്ക് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ റമദാനിൽ നാം അതിനായി യത്നിക്കേണ്ടതാണ്. ദുആയെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ചില ഉദ്ധരണികൾ നിങ്ങൾക്ക് മുമ്പാകെ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നതാണ്. ദുആ സ്വീകാര്യത എന്ന വിഷയത്തിൽ ഒരു സന്ദർഭത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുകയുണ്ടായി. ദുആ സ്വീകാര്യത എന്ന വിഷയം യഥാർത്ഥത്തിൽ ദുആ എന്ന വിഷയത്തിന്റെ തന്നെ ഒരു ശാഖയാണ്. അടിസ്ഥാന വിഷയം മനസ്സിലാക്കാത്ത വ്യക്തിക്ക് ശാഖയെ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. അബദ്ധം, പിണയും എന്നീ കാര്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചതാണ്. എന്തൊരു കാര്യത്തെയും മനസ്സിലാക്കുന്നതിനായി അതിന്റെ അടിസ്ഥാന വശത്തെ മനസ്സിലാക്കുക അനിവാര്യമാണ്. അടിസ്ഥാന വസ്തുത ഗ്രഹിക്കാനാകുന്നില്ലെങ്കിൽ അതിൽ എത്ര കണ്ട് പോയിന്റുകളും വ്യാഖ്യാനങ്ങളും വിശദാംശങ്ങളും ലഭിച്ചാലും യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നതല്ല. പറയുന്നു, ദുആയുടെ സ്വഭാവം ഇപ്രകാരമാണ്. ഒരു സുഹൃതവാനായ ദാസനും അവന്റെ നാഥനും തമ്മിൽ ഒരു ആകർഷക ബന്ധമുണ്ടാകും. അതായത് ആകർഷണപരമായ ഒരു ബാന്ധവം ഉണ്ടാകും. ആദ്യം ദൈവത്തിന്റെ റഹ്മാനിയത്ത് അഥവാ കാരുണ്യകൻ എന്ന ഗുണം ദാസനെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കും. തുടർന്ന് ദാസന്റെ സത്യതയുടെ ആകർഷണ വലയത്താൽ ദൈവം അവന്റെ സമീപത്തേക്ക് വരും. ദാസൻ സത്യസന്ധമായും സത്യഹൃദയത്തോടും കൂടി പരിശ്രമിച്ചാൽ ദൈവം ദാസന്റെ സമീപസ്ഥനാകുന്നതാണ്. ദുആ ചെയ്യുന്ന അവസ്ഥയിൽ ആ ബന്ധം ഒരു സവിശേഷ സ്ഥാനത്തെത്തുകയും അസാധാരണമായ ഗുണവിശേഷങ്ങൾ സംജാതമാകുകയും ചെയ്യുന്നതാണ്. അപൂർവവും വിരളവുമായ ഗുണവിശേഷങ്ങൾ പ്രകടമാകുന്നതാണ്. ദാസൻ ഏതെങ്കിലും കഠിനമായ വിഷമസന്ധിയിൽ ആയിരിക്കവേ ദൈവസമക്ഷം സമ്പൂർണ്ണ ദൃഢവിശ്വാസത്തോടും സമ്പൂർണ്ണ പ്രതീക്ഷയോടും സമ്പൂർണ്ണ സ്നേഹത്തോടും സമ്പൂർണ്ണ വിശ്വസ്തയോടും സമ്പൂർണ്ണ ധൈര്യത്തോടും കൂടി കുമ്പിട്ടുകൊണ്ട് അത്യധികം ജാഗ്രതയോടെ അനാസ്ഥയുടെ ആവരണങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഫന അഥവാ വിലയം പ്രാപിക്കൽ എന്നതിന്റെ മൈതാനത്ത് പേർത്തും മുന്നേറുമ്പോൾ അവൻ തന്റെ കൺമുമ്പിൽ ദൈവസന്നിധാനത്തെ ദർശിക്കുകയും അവന് യാതൊരു പങ്കാളിയും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവന്റെ ആത്മാവ് ആ തിരുസന്നിധിയിൽ അതിന്റെ ശിരസ് വയ്ക്കുന്നു. അവന് അപ്പോൾ ദൈവം ഒന്നിനെ മാത്രമേ കാണാനാകുകയുള്ളൂ. മറ്റെല്ലാം തന്നെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ലൗകികമായ ഒന്നിനും അവന്റെ മുമ്പിൽ യാതൊരു സ്ഥാനവും ഇല്ലാതായി തീരുന്നു. ദൈവം ഒന്നു മാത്രം അവശേഷിക്കുന്നു. അവന്റെ അവസ്ഥ എന്താകുമെന്നാൽ ദൈവത്തെ കാണുന്ന മാത്രയിൽ തന്നെ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ അവന്റെ ആത്മാവ് തലവയ്ക്കുന്നു. അതിൽ നിക്ഷിപ്തമായ ഒരു ആകർഷക ശക്തി ദൈവാനുഗ്രഹങ്ങളെ തന്നിലേക്ക് വലിച്ചൊടുപ്പിക്കുന്നു. ദാസന്റെ ഉള്ളിലും ആ ഒരു ആകർഷണ ശക്തി നിക്ഷിപ്തമായുണ്ട്. അവൻ ദൈവാനുഗ്രഹങ്ങളെ സ്വാംശീകരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രതാപവാനായ അള്ളാഹു ആ ജോലി പൂർത്തിയാക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അവൻ ആ ദുആയുടെ പ്രഭാവം എല്ലാ അടിസ്ഥാന കാര്യകാരണങ്ങളിലും ഇട്ടുകൊടുക്കുന്നു. ആ ജോലി പൂർത്തിയാക്കുന്നതിനായി അനിവാര്യമായ അടിസ്ഥാന കാര്യങ്ങളിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളിലും അള്ളാഹു തന്റെ പ്രഭാവം ചെലുത്തുന്നു. അപ്രകാരം ആ ഉദ്ദേശം പ്രാപിക്കാനായി ആവശ്യമായ എല്ലാ മാർഗങ്ങളും അങ്ങനെ ഉടലെടുക്കുന്നു. ഉദാഹരണത്തിന്, മഴ പെയ്യാനായാണ് ദുആ എങ്കിൽ ദുആ സ്വീകാര്യതയ്ക്ക് ശേഷം മഴ വർഷിക്കാനായി ആവശ്യമായ പ്രകൃതിപരമായ എല്ലാ സംവിധാനങ്ങളും ആ ദുആയുടെ പരിണത ഫലത്താൽ ഒരുക്കപ്പെടുന്നു. അതുപോലെ ഇനി വരൾച്ച ഉണ്ടാകാനുള്ള ശാപപ്രാർത്ഥനയാണ് നടന്നിട്ടുള്ളത് എങ്കിൽ സർവശക്തനായ ദൈവം അതിനു തക്കതായ സംവിധാനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. തുടർന്ന് പറഞ്ഞു, പ്രവാചകന്മാരാൽ വെളിപ്പെട്ട ആയിരക്കണക്കിന് അത്ഭുത ദൃഷ്ടാന്തങ്ങളുടെയും അല്ലെങ്കിൽ മഹാന്മാരായ ഔലിയാക്കൾ പ്രകടിപ്പിച്ച ഇന്നുവരെയുള്ള അത്ഭുത സിദ്ധികളുടെയും ആധാരവും പ്രഭവ കേന്ദ്രവും ഇത്തരത്തിലുള്ള ദുആകൾ തന്നെയാണ്. മിക്കപ്പോഴും ദുആകളുടെ സ്വാധീന ഫലമായാണ്
സർവശക്തനായ ദൈവം അസാധാരണമായ മായാവിലാസങ്ങൾ പ്രകടമാക്കുന്നത്. പരിശുദ്ധ ഖുർആനും ഒട്ടനവധി പ്രവചനങ്ങൾ നിറഞ്ഞതാണ്. അതുകൂടാതെ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തും ഒരുപാട് പ്രവചനങ്ങൾ പൂർത്തിയായതായും ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതും ഒരുപാട് പേർക്ക് സത്യസ്വപ്നങ്ങൾ ദർശിതമായതും അവ സഫലമായതും ദുആകളുടെ സ്വാധീന ഫലങ്ങൾ ഉളവായതായും നാം കാണുന്നു. ഇക്കാര്യങ്ങളെല്ലാം സംഭവ്യമാകുന്നത് ഹൃദയശുദ്ധിയോടെ ദൈവസമക്ഷം കുനിയുമ്പോൾ മാത്രമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇക്കാര്യം കൂടുതൽ വിശദമാക്കിക്കൊണ്ട് പറയുന്നു. അള്ളാഹു ഇപ്രകാരം പറയുന്നു, വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന. അതായത് നമ്മുടെ മാർഗത്തിൽ തീവ്രയത്നം ജിഹാദ് നടത്തുന്നവർക്ക് നാം നമ്മിലേക്കുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കുന്നതാണ്. പ്രയത്നിക്കുന്നത് ദാസന്റെ ബാധ്യത ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ യത്നിക്കേണ്ടതാണ്. ഇതാണ് അവന്റെ വാഗ്ദാനം. മറുഭാഗത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുമുണ്ട്. അള്ളാഹു വാക്കു തന്നിരിക്കുന്നത്, നിങ്ങൾ പ്രയത്നിക്കുന്ന പക്ഷം ഞാൻ എന്നിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിക്കുന്നതാണ് എന്നാണ്. മറുവശത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആയും നമ്മെ പഠിപ്പിച്ചു. അതായത് നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തണമേ എന്ന്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ദീനരോധനത്താൽ വിലപിച്ചുകൊണ്ട് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ അഭിവൃദ്ധിയും ഉൾക്കാഴ്ചയും നേടിയവരിൽ ഉൾപ്പെടാനായി പ്രത്യാശ വെച്ചു പുലർത്തേണ്ടതുമുണ്ട്. ഉൾക്കാഴ്ചയില്ലാത്തവനും അന്ധനുമായി ഈ ലോകത്തു നിന്നും നാം വിട പറയുന്ന സ്ഥിതി ഉണ്ടാകരുത്. മൻകാന ഫി ഹാദിഹി ആമ ഫഹുവ ഫിൽ ആഖിറതി ആമ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ലോകത്ത് അന്ധനായവൻ പരലോകത്തും അന്ധനായിരിക്കും. അതായത് ഈ ലോകത്ത് ആത്മീയമായ നിലയിൽ അന്ധനായവൻ, ലൗകികതയിൽ മുഴുകിയവൻ പരലോകത്തും ദൈവസാമീപ്യം നേടുന്നതല്ല തന്നെ. അദ്ദേഹം പറയുന്നു, പരലോകത്തിനായുള്ള തയ്യാറെടുപ്പ് ഇഹലോകത്ത് വെച്ച് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതിനായുള്ള സജ്ജീകരണങ്ങൾ നടത്തുവിൻ. പറഞ്ഞു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം പരലോകത്തെ ദർശിക്കാനായി ഈ ലോകത്തു നിന്ന് തന്നെ നമ്മൾ കണ്ണുകൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ്. പരലോകം കാണുന്നതിനായി ദൈവസാമീപ്യം കരഗതമാക്കുന്ന ലോകത്തെ കാണുവാനായി നമ്മൾ ഇവിടെ നിന്ന് തന്നെ നേത്രങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നതാണ്. വരാനിരിക്കുന്ന ലോകത്തെ അനുഭവിച്ചറിയുന്നതിനായി നിലവിലുള്ള ഈ ലോകത്ത് വെച്ച് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അള്ളാഹു ഒരു വാഗ്ദാനം ചെയ്ത ശേഷം അത് പൂർത്തിയാക്കിയില്ല എന്ന് ആർക്കെങ്കിലും കരുതാനാകുമോ? പറഞ്ഞു, അന്ധരെന്നത് കൊണ്ടുള്ള വിവക്ഷ ആത്മീയ ജ്ഞാനങ്ങളുടെ ആത്മീയ അനുഭൂതികളുടെയും തൗഫീക്ക് ലഭിക്കാത്തവരാണ്. ഒരു വ്യക്തി അന്ധമായി പിന്തുടരുകയാണ്. അതായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിനാൽ അന്ധമായി മതത്തെ പിൻപറ്റുക മാത്രമാണ്. എല്ലാറ്റിലും അന്ധമായ വിശ്വാസവും അന്ധമായ പിന്തുടർച്ചയും മാത്രമാണ് അവനുള്ളത്. വെറുതെ ആചാര പിന്തുടർച്ച മാത്രമാണ് നടക്കുന്നത്. അവന്റെ കർമ്മങ്ങൾ ശൂന്യമാണ്. മുസ്ലിം കുടുംബത്തിൽ പിറന്നു എന്നൊരു കാരണത്താൽ മാത്രം അവൻ മുസ്ലിമായി തുടരുകയാണ്. അതുകൊണ്ട് മാത്രം അവൻ മുസ്ലിം എന്ന് നാമധാരിയായിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയും ആകുന്നു. അക്കാരണത്താലാണ് അത്തരമൊരാൾക്ക് അള്ളാഹുവിനോടും അവന്റെ ദൂതരോടും വിശുദ്ധ ഖുർആനോടും ഒരു തരത്തിലുള്ള ആദരവുമില്ലാത്തത്. അവന്റെ ദീനിനോടുള്ള സ്നേഹവും ആക്ഷേപാർഹമാണ്. വെറും അന്ധമായി അവൻ വിശ്വാസങ്ങളെ പിൻപറ്റുന്നു. അത്തരമൊരുവന്റെ മതസ്നേഹവും ആരോപണ വിധേയമാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിന്ദിക്കുന്നവരുമായി അവൻ കൂട്ടുകൂടുകയും ചെയ്യുന്നു. അതിനുള്ള കാരണം ആ വ്യക്തിക്ക് ആത്മീയ നേത്രം ഇല്ലാത്തതാണ്. അവനിൽ മതത്തിനോടുള്ള സ്നേഹമില്ലാത്തതാണ്. ഒരു പ്രേമി തന്റെ പ്രേമഭാജനത്തിന് എതിരായി എന്തെങ്കിലും തന്നെ ഇഷ്ടപ്പെടുമോ? യഥാർത്ഥ പ്രേമം ആണ് ഉള്ളതെങ്കിൽ പ്രേമഭാജനത്തിന് എതിർ നിൽക്കുന്ന ഒരു കാര്യത്തെയും അവൻ ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു പഠിപ്പിക്കുന്നത്,
നീ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്ക് ദീൻ നൽകാൻ തയ്യാറാണ്. ഈ ദുആ ചെയ്യുന്നത് തന്നെ സന്മാർഗം സ്വീകരിക്കാനുള്ള മുന്നൊരുക്കമായി തീരുന്നതാണ്. ആയതിനാൽ ഇന്നാളുകളിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആ വളരെയധികമായി ചെയ്യുക. അള്ളാഹു നമ്മെ നേർമാർഗത്തിൽ നയിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ പവിത്രമായി യഥാർത്ഥ ആരാധകരാക്കി നമ്മെ മാറ്റട്ടെ. അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകളും നാം നിറവേറ്റുന്നവരാകട്ടെ. അല്ലാതെ ഇന്ന് ഭീകരവാദികളുടെ പ്രവൃത്തികളെ പോലെ നമ്മുടെ പ്രവൃത്തികളും ആകാതിരിക്കട്ടെ. അവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നു. അള്ളാഹു എല്ലാവരെയും അത്തരം അക്രമകാരികളുടെ ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ചിലർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി അള്ളാഹു ഒരിക്കലും ഞങ്ങളോട് പൊറുക്കുകയില്ല എന്നാണ്. എത്ര കണ്ട് പാപങ്ങൾ ചെയ്തവനാണ് പൊറുക്കപ്പെടുക എന്നും അവർ ചോദിക്കുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് പൊറുക്കൽ ലഭിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടുതൽ കൂടുതൽ പാപങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങളിൽ പിശാച് ദുർമന്ത്രണം നടത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നും അവരെ അകറ്റാനായി സാത്താൻ തന്റെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ്. അത്തരക്കാർ സാത്താന്റെ കൈകളാൽ തട്ടിക്കളിക്കപ്പെടുന്നു. എന്നാൽ നമുക്ക് സാത്താന്റെ ഈ ആക്രമണത്തിൽ നിന്നും അവന്റെ പിടിവലയത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗം വിവരിച്ചു തന്നുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പാപം ചെയ്യുന്നവർ തങ്ങളുടെ പാപാധിക്യവും മറ്റും നോക്കി ദുആയിൽ നിന്നും ഒരിക്കലും വിട്ടുനിൽക്കാവതല്ല. ഒരുപാട് ദുആ ചെയ്തെന്നും പറഞ്ഞോ പാപം ഒരുപാടായി എന്ന് കരുതിയോ മാറി നിൽക്കാവതല്ല. പറഞ്ഞു ദുആ അമൃതാണ്. അവസാനം ദുആകളുടെ ഫലമായി ഒരാൾ പാപത്തെ വളരെ മോശമായി നീചമായി കാണാൻ തുടങ്ങുന്നു. പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ചികിത്സാ വിധിയാണ് ദുആ. സ്ഥിരോത്സാഹത്തോടെ ദുആ ചെയ്യുകയാണെങ്കിൽ പാപം വളരെ മോശമായി അനുഭവപ്പെടുന്നതായി കാണാവുന്നതാണ്. സാത്താൻ ഓടി അകലുന്നതാണ്. അപരാധങ്ങളിൽ മുങ്ങിക്കൊണ്ട് ദുആ സ്വീകാര്യതയെ തൊട്ട് ഹതാശരാകുന്നവരും പശ്ചാത്തപത്തിലേക്ക് തിരിയാത്തവരും ഒടുക്കം പ്രവാചകന്മാരെയും അവരുടെ സ്വാധീനങ്ങളെയും നിഷേധിക്കുന്നവരായി മാറുന്നതാണ്. എന്നിട്ട് അവർ ദീനിൽ നിന്നും അകലുന്നതാണ്. അത്തരക്കാർ മതത്തിൽ നിന്നും ദൂരപ്പെടുന്നതാണ്. അങ്ങനെ പ്രവാചകന്മാരിൽ നിന്നും അവർ അകലുന്നതാണ്. മതത്തിൽ നിന്നും വിട്ടുകൊണ്ട് അങ്ങനെ അവർ നാസ്തികതയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇസ്ലാം പാപങ്ങളിൽ മുങ്ങി നിൽക്കുന്ന അത്തരക്കാർക്കും പ്രതീക്ഷയുടെ കിരണങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങേണ്ടതെന്ന് മനസ്സിലാക്കി തരാനുള്ള അവസരം പ്രദാനം ചെയ്യാനും അതിനുള്ള അന്തരീക്ഷം ഒരുക്കാനുമാണ് അള്ളാഹു എല്ലാ വർഷവും നമുക്ക് റമദാൻ മാസം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാസത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഉജീബു കുല്ല ദുആയിക എന്ന തന്റെ ഒരു ഇൽഹാമിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം പറയുന്നു, ഉജീബു കുല്ല ദുആയിക, നിന്റെ എല്ലാ ദുആകളും ഞാൻ സ്വീകരിക്കുന്നതാണ് എന്നർത്ഥം എന്ന് എന്നോട് എന്റെ പ്രിയനാഥന്റെ സ്പഷ്ടമായ വാഗ്ദാനമുണ്ട്. എന്നാൽ കുൽ അഥവാ എല്ലാം എന്നതുകൊണ്ട് ഏതൊരു ദുആ സ്വീകരിക്കപ്പെടാതിരുന്നാലാണോ നഷ്ടങ്ങൾ വന്നു ഭവിക്കുന്നത് അതാണ് വിവക്ഷ എന്ന് എനിക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനകളും എന്നതുകൊണ്ട് മുഴുവൻ ദുആകളും കേൾക്കപ്പെടും എന്നല്ല അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറിച്ച് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നഷ്ടം ഭവിക്കുന്നതാണ് എല്ലാം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു തർബിയത്തും ശിക്ഷണവും ഇസ്ലാഹും അഥവാ സംസ്കരണവും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ദുആ തള്ളിക്കളയുന്നത് തന്നെ ഒരു തരത്തിലുള്ള ദുആ സ്വീകാര്യതയാണ്. ചിലപ്പോൾ ഒരുവൻ ഏതെങ്കിലും ദുആയുടെ കാര്യത്തിൽ പരാജിതനായി തീരുന്നു. അള്ളാഹു ദുആ തള്ളിക്കളഞ്ഞെന്ന് കരുതുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ സ്വീകാര്യത റദ്ദാക്കിയ നിലയിൽ സംഭവിച്ചിരിക്കുകയാണ് എന്ന് മാത്രം. കാരണം അയാൾക്ക് അത്
റദ്ദാകുന്നത് പരോക്ഷമായ നിലയിലും യാഥാർത്ഥ്യത്തിലും നന്മയും ഉത്തമവുമാകുന്നു. മനുഷ്യൻ പരിണാമത്തെക്കുറിച്ച് അജ്ഞനും ദീർഘദൃഷ്ടിയില്ലാത്തവനും ബാഹ്യാവസ്ഥയെ തന്നെ സർവസ്വമായി കണക്കാക്കുന്നവനുമായതിനാൽ അള്ളാഹുവിനോട് അവന് എന്തെങ്കിലും ദുആ ചെയ്യുകയും ബാഹ്യമായ നിലയിൽ അതിന്റെ സൽഫലം ഉളവായില്ലെന്ന് വരികയും ചെയ്താൽ അള്ളാഹു എന്റെ ദുആ കേട്ടില്ല എന്ന് പറഞ്ഞ് അവനിൽ ദുർഭാവന വെച്ച് പുലർത്താതിരിക്കുകയാണ് വേണ്ടത്. അവൻ എല്ലാവരുടെയും ദുആ കേൾക്കുന്നു. ഉദൂനി അസ്തജിബ് ലക്കും, എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അതിലടങ്ങിയ രഹസ്യവും നിഗൂഢതയും എന്നത് ദുആ തള്ളപ്പെടുന്നതിലാണ് പ്രാർത്ഥിക്കുന്നവന് നന്മയും ഉത്തമവും എന്നതാണ്. അതായത് ദുആ സ്വീകരിക്കപ്പെടാത്തതിൽ തന്നെയാണ് ദുആ ചെയ്യുന്നവന് നന്മ വച്ചിട്ടുള്ളത്. ഇതേ കാര്യം കൂടുതൽ വിശദമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ദുആയുടെ അടിസ്ഥാന തത്വം ഇതാണ്: അള്ളാഹു ദുആ സ്വീകാര്യതയിൽ നമ്മുടെ ഊഹങ്ങൾക്കും ഇച്ഛകൾക്കും വിധേയനല്ല. നോക്കുക, കുട്ടികൾ അവരുടെ മാതാക്കൾക്ക് എത്ര കണ്ട് പ്രിയങ്കരായിരിക്കും. അവർ ആഗ്രഹിക്കുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകരുതെന്നാണ്. എന്നാൽ കുട്ടികൾ നിരർത്ഥകമായ നിലയിൽ വാശി പിടിക്കുകയും കരഞ്ഞുകൊണ്ട് മൂർച്ചയേറിയ കത്തിയോ ജ്വലിക്കുന്ന തീക്കനലോ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥ സ്നേഹവും യഥാർത്ഥ ഹൃദയാനുകമ്പയും ഉണ്ടായിട്ടും തന്റെ കുഞ്ഞ് തീക്കനൽ കൊണ്ട് കൈപൊള്ളിക്കുന്നതോ കത്തിയുടെ കൂർത്ത മുനയാലെ കൈമുറിക്കുന്നതോ ഒരു മാതാവിന് സമ്മതമായിരിക്കുമോ? ഒരിക്കലുമില്ല. ഈ ഒരു തത്വം മുഖേന ദുആയുടെ തത്വവും നമുക്ക് മനസ്സിലാകുന്നതാണ്. പറയുന്നു, ഇക്കാര്യത്തിൽ ഞാനും അനുഭവസ്ഥനാണ്. ദുആയിൽ ഏതെങ്കിലും ഹാനികരമായ വശമുണ്ടെങ്കിൽ അത് ഒരിക്കലും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല. എന്റെ എല്ലാ ദുആകളും സ്വീകരിക്കപ്പെട്ടു എന്നല്ല, അള്ളാഹുവാണ് നന്നായി അറിയുന്നത്. അവന് അദൃശ്യജ്ഞാനമുണ്ട്. പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഹാനികരമായ അഥവാ നഷ്ടം വരുത്തിക്കുന്ന കാര്യമുണ്ടെങ്കിൽ എന്റെ അത്തരം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നില്ല. പറഞ്ഞു, നമ്മുടെ അറിവ് ഉറപ്പിക്കാവുന്നതും ശരിയായതും ആകണമെന്നില്ല എന്നത് നന്നായി മനസ്സിലാകുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അതീവ സന്തുഷ്ടരായും അനുഗ്രഹീതമാണെന്ന് കരുതിയും അതിന്റെ പരിണാമം ശുഭകരമാണെന്ന് ധരിച്ചും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒടുക്കം അത് ഒരു ദുഃഖവും പ്രയാസവുമായി നമ്മെ പിടികൂടാതെ ഒട്ടി നിൽക്കുന്നതാണ്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഇപ്പോൾ കാണുന്നു. ഇക്കാര്യം ദിനേനയുള്ള കത്തുകളിലും മറ്റും ഞാൻ കാണുന്നുണ്ട്. ജനങ്ങൾ ദുആക്കായി കത്തെഴുതുന്നു, ഒരു കാര്യത്തിനായി നന്നായി പരിശ്രമിക്കുന്നു, എന്നാൽ അതിന്റെ പരിണാമം നല്ലതാകുന്നില്ല. അപ്പോൾ അള്ളാഹുവിനോട് ഇപ്രകാരം പരിഭവപ്പെടുന്നു, പറയുന്നു, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും സദക്കയും ദാനധർമ്മങ്ങളും നൽകുകയും ചെയ്തു, തൽക്കാര്യം തുടങ്ങുകയും ചെയ്തു, എന്നാൽ അതിന് ശുഭപര്യവസാനം ഉണ്ടായില്ല. ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെട്ടില്ല. ആദ്യമായി നോക്കേണ്ടത് ദുആ എന്നത് അതിന്റെ പാരമ്യത്തിൽ എത്തിക്കേണ്ട കാര്യമാണ്. അത് നടന്നോ എന്നാണ്. അള്ളാഹുവുമായി വേണ്ട വിധത്തിലുള്ള ബന്ധം സ്ഥാപിതമായോ എന്നുമാണ്. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പിന്നെ വെറും അധരാഭ്യാസം മാത്രമാണത്. ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇപ്രകാരം പറയുകയുണ്ടായി, ദുആയെ പാരമ്യത്തിലെത്തിച്ച ശേഷം അള്ളാഹു ആ പ്രവൃത്തിയെ തള്ളിക്കളയുകയോ അതിന് ഫലമുണ്ടാക്കാതിരിക്കുകയോ ചെയ്തെങ്കിൽ അതിൽ ദൈവയുക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾക്ക് ഗുണവും ഉണ്ടാകുക. ഇനി തെറ്റായ നിലയിൽ ഒരു കാര്യത്തിൽ ഒരാൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്തതെങ്കിൽ അയാൾ അള്ളാഹുവിനോട് പരിഭവം കാണിക്കുന്നതിന് പകരം പാപപ്പൊറുതിയാണ് തേടേണ്ടത്. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞാൻ എനിക്ക് ഗുണകരമല്ലാത്ത ഒരു കാര്യത്തിലായിരുന്നു ഇത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയിരുന്നത് എന്ന് പറയണം. ചിലർ ഇപ്രകാരവും ദുആ ചെയ്യാറുണ്ട്, അള്ളാഹുവെ ഇതെന്തായാലും സ്വീകരിക്കണമേ, ഇതിൽ നന്മയില്ലെങ്കിലും സ്വീകരിക്കണമേ എന്ന്. ചില വിവാഹ ബന്ധങ്ങളിലും അപ്രകാരം സംഭവിക്കുകയുണ്ടായി. അള്ളാഹു അവരുടെ ദുആ കേട്ടു, വിവാഹ ബന്ധവും നടന്നു, ഇഷ്ടമുള്ള ബന്ധം തന്നെ ലഭിച്ചു. എന്നാൽ അല്പം കഴിഞ്ഞതും ആ ബന്ധം വേർപെടുകയുണ്ടായി. അതുകൊണ്ട് അത്തരം ദുആകൾ ചെയ്യാൻ പാടുള്ളതല്ല. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു പാഠം പഠിപ്പിക്കാനായും നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നു. അത് അവർക്ക് ശുഭകരമായിരിക്കില്ല. എന്നാൽ അവസാനം പരിണാമം കാണുമ്പോൾ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു, ചുരുക്കത്തിൽ ഈ മാനസികമായ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ ശരിയാണെന്ന് പറയാനാകില്ല.
എന്തെന്നാൽ മനുഷ്യൻ അബദ്ധങ്ങളാലും ഓർമ്മക്കേടിനാലും സമ്മിളിതനാണ്. മനുഷ്യനാൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ആഗ്രഹങ്ങൾ ഹാനികരമായി ഭവിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതുമാണ്. അള്ളാഹു അതിനെ സ്വീകരിച്ചാൽ അക്കാര്യം കാരുണ്യവാൻ എന്ന സ്ഥാനത്തിന്, അവന്റെ കാരുണ്യവാൻ എന്ന സിഫത്തിന് ഘടകവിരുദ്ധമാണ്. അവൻ തന്റെ പ്രിയ ജനങ്ങൾക്ക് ഇത്തരത്തിൽ നഷ്ടം വരുത്തി വയ്ക്കില്ല. പറയുന്നു, അള്ളാഹു തന്റെ ദാസരുടെ ദുആകൾ കേൾക്കുന്നതും അവ സ്വീകരിച്ചരുളുന്നതും ഉറപ്പുള്ളതും സത്യപൂർണവുമായ കാര്യമാണ്. എന്നാൽ തോന്നും പോലെയെല്ലാം അത് നടക്കില്ല. എല്ലാ വ്യക്തിക്കും തന്നെ അത് ലഭിക്കുകയില്ല. ദേഹേച്ഛകൾ കാരണം പരിണിത ഫലത്തെയും പര്യവസാനത്തെയും ഓർക്കാതെ ഒരാൾ ദുആ ചെയ്യുന്നു. അതിന്റെ ഫലം എന്തായിരിക്കും എന്ന ഒരു ചിന്തയും ഉണ്ടാകില്ല. എന്നാൽ എല്ലാ കണക്കുകളും അറിയുന്നവനും പര്യവസാന ജ്ഞാനിയുമായ അള്ളാഹു ആ ഹാനികളെയും ദുഷ്ഫലത്തെയും ദൂഷ്യവശത്തെയും, അതായത് ആ ദുആ സ്വീകരിക്കപ്പെട്ടാൽ ആ ദുആ ചെയ്തയാൾക്ക് ലഭിക്കാവുന്ന ദോഷവശങ്ങളെയും മുൻനിർത്തി ആ ദുആ തള്ളിക്കളയുന്നു. അങ്ങനെ ആ ദുആയുടെ റദ്ദാക്കൽ തന്നെ അവന് ദുആ സ്വീകാര്യതയായി ഭവിക്കുന്നു. തന്റെ സമീപസ്ഥരോട് അള്ളാഹുവിന്റെ നിലപാട് ഇപ്രകാരമാകുന്നു: ഒരാൾ അപകടങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും സുരക്ഷിതനാകുന്ന ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഹാനികരമായ ദുആകളെ അവൻ തള്ളിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഹദ്രത്ത് മസീമോദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഉജീബു കുല്ല ദുആയിക എന്ന വെളിപാട് എനിക്ക് പലവട്ടം ഉണ്ടായിരിക്കുന്നു. വാചകാന്തരേണ സംഭവിച്ചാൽ ഗുണകരവും പ്രയോജനപ്രദവുമായ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെയാണ് അദ്ദേഹം അതിനെ വ്യാഖ്യാനിച്ചത്. ഗുണപ്രദമായ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. പറയുന്നു, ഞാൻ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുമ്പോൾ എന്റെ ആത്മാവ് ആനന്ദത്താലും അനുഭൂതിയാലും ഭരിതമാകുന്നു. ആദ്യമായി എനിക്ക് ഈ ഇൽഹാമുണ്ടായത് ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അള്ളാഹു എന്റെ വ്യക്തിപരമോ എന്റെ പ്രിയർക്കു വേണ്ടിയോ ഉള്ള എന്റെ ദുആകൾ എന്തായാലും സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതീവ സന്തുഷ്ടനായി. പിന്നെ ഞാൻ കരുതി, ഇക്കാര്യത്തിൽ ലുബ്ധ് ഉണ്ടാകാവതല്ല, ഇതൊരു ദൈവാനുഗ്രഹമാണ്. അള്ളാഹു ഭക്തരുടെ സവിശേഷ ഗുണമായി പറഞ്ഞിട്ടുള്ളത് ഫമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകപ്പെട്ടതിൽ നിന്നും അവർ ചെലവഴിക്കുന്നു എന്നാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കായി ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചതാണ്. അവർ എന്നെ ഓർമ്മപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ശരി, എന്തെങ്കിലും ഗൗരവമേറിയ കാര്യം എന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും ശരി, പ്രയാസകരമായ സംഗതി അവതരിപ്പിച്ചാലും ഇല്ലെങ്കിലും ശരി, അവരുടെ ധാർമ്മികവും ഭൗതികവുമായ ഉന്നമനത്തിനായി ഞാൻ ദുആ ചെയ്യുന്നത് തന്നെയാണ്. ദുആ സ്വീകാര്യതയുടെ നിബന്ധനകളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ദുആ സ്വീകാര്യതയ്ക്കും ചില നിബന്ധനകൾ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സാന്നിധ്യത്തോടെ ശ്രവിക്കേണ്ടതാണ്. അവയിൽ ചിലത് ദുആ ചെയ്യുന്നവരുമായി ബന്ധമുള്ളതും ചിലത് ദുആ ചെയ്യിക്കുന്നവരുമായി ബന്ധമുള്ളതുമാണ്. ദുആ ചെയ്യിക്കാനായി അവർ അള്ളാഹുവിനോടുള്ള ഭയവും വിലാപവും മുന്നിൽ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. എപ്പോഴും അവന്റെ നിരാശ്രയത്വത്തെ കുറിച്ച് ഭയപ്പെടേണ്ടതാണ്. അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണെന്ന് ഓർത്തുകൊള്ളുക. എല്ലായ്പ്പോഴും ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടാകേണ്ടതാണ്. രഞ്ജിപ്പുണ്ടാക്കലും സമരസപ്പെടലും ദൈവാരാധനയും തന്റെ അടയാളമാക്കേണ്ടതാണ്. ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. സമരസപ്പെടലും ദൈവാരാധനയും കൊണ്ട് തിരിച്ചറിയപ്പെടേണ്ടതാണ്. തഖ്വ അഥവാ ഭയഭക്തിയാലും സത്യസന്ധതയാലും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക. അങ്ങനെയായാൽ പിന്നെ ദുആക്ക് വേണ്ടിയുള്ള സ്വീകാര്യ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം സംജാതമാകുകയും ഈ നിബന്ധനകളെല്ലാം പൂർത്തിയാകുകയും ചെയ്താൽ പിന്നെ അള്ളാഹു ദുആ സ്വീകാര്യതയുടെ വാതിൽ തുറക്കുന്നതാണ്. എന്നാൽ ഒരുവൻ ദൈവത്തെ കുപിതനാക്കുകയും അവനോട് തെറ്റുകയും പിണങ്ങുകയും അവനോട് യുദ്ധാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്താൽ, അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ ചരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തോടും ദാസരോടുമുള്ള കടമകൾ ചെയ്യുന്നില്ലെങ്കിൽ, പറയുന്നു, അവന്റെ ദ്രോഹപ്രവർത്തനങ്ങളും ദുശ്ചെയ്തികളും ദുആയുടെ മാർഗത്തിൽ വഴിമുടക്കിയും പാറയും മതിലും തടസ്സവുമായ കൂറ്റൻ പാറയുമായി നിന്നുകൊണ്ട്
സ്വീകാര്യതയുടെ കവാടം അവനായി കൊട്ടിയടക്കുന്നു. അവന് ദുആ സ്വീകാര്യതയുടെ വാതിൽ അടക്കപ്പെടുന്നു. അവന്റെ സ്വന്തം ദുആകളും സ്വീകരിക്കപ്പെടുകയില്ല. അവൻ ആരോടാണോ തനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്നത് അവന്റെ ദുആകളും അവന് ഗുണകരമായി തീരുന്നതല്ല, അവ സ്വീകരിക്കപ്പെടുന്നതല്ല. പറഞ്ഞു, അതുകൊണ്ട് നമ്മുടെ ദുആകൾ വ്യർത്ഥമാകുന്നതിൽ നിന്നും രക്ഷിക്കേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നിർബന്ധമായ കാര്യമാണ്. അവയുടെ മാർഗത്തിൽ യാതൊരു പ്രതിസന്ധിയും തങ്ങളുടെ ഭൂഷണമില്ലാത്ത ചെയ്തികളാൽ തീർക്കരുത്. നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയല്ലെങ്കിൽ നിങ്ങൾക്കായുള്ള എന്റെ ദുആകളും സ്വീകരിക്കപ്പെടുന്നതല്ല, മറിച്ച് അവയുടെ സ്വീകാര്യതയുടെ മാർഗത്തിൽ നിങ്ങളുടെ പ്രവൃത്തികൾ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ദുആ സ്വീകാര്യതയ്ക്കുള്ള മറ്റൊരു അനിവാര്യ സംഗതി ഒരാൾ തന്റെ വിശ്വാസാദർശങ്ങളാൽ ദൃഢവാനാകണം എന്നാണ്. ഇത് അടിസ്ഥാനപരമായ നിബന്ധനയാണ്. സൽക്കർമ്മങ്ങളെക്കുറിച്ച് മുമ്പും പരാമർശിച്ചതാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്റെ വാക്കുകൾക്ക് ലബ്ബൈക്ക് പറയുക, എന്നെ അനുസരിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾക്ക് പോസിറ്റീവായ നിലയിൽ മറുപടി നൽകുക, അവ പ്രാവർത്തികമാക്കുക എന്നിവയൊക്കെ അടിസ്ഥാന കാര്യങ്ങളാണ്. പിന്നെന്തൊക്കെയാണ് ദുആ സ്വീകാര്യതയുടെ അനിവാര്യ ഘടകങ്ങൾ എന്നതിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, ഒരാൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നില്ലെങ്കിൽ അയാൾ ദുആ ചെയ്യുകയല്ല, മറിച്ച് അള്ളാഹുവിനെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദുആക്ക് മുന്നോടിയായി തന്റെ സർവ്വശേഷികളും വിനിയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദുആയുടെ അർത്ഥം ഇതുതന്നെയാണ്. ആദ്യമായി ഒരു മനുഷ്യൻ തന്റെ വിശ്വാസ കർമാദികളെ നിരീക്ഷിക്കുകയെന്നത് നിർബന്ധമാണ്. എന്തെന്നാൽ സംസ്കരണം ഉപാധികളാലെ നടത്തുകയെന്നത് അള്ളാഹുവിന്റെ ശീലമാണ്. കർമ്മ സംസ്കരണത്തിനായുള്ള സാമഗ്രികൾ ലഭ്യമാകുന്നതാണ്. തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ സംസ്കരണം നടക്കുന്നതാണ്. പറഞ്ഞു, അവൻ സംസ്കരണത്തിന് നിദാനമാകുന്ന എന്തെങ്കിലും മാർഗോപാധികൾ ഉണ്ടാക്കുന്നു. ദുആ ചെയ്താൽ പിന്നെ ഉപാധികളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നവർ ഇക്കാര്യത്തെക്കുറിച്ച് അല്പം വിചിന്തനം ചെയ്യുക. ദുആ സ്വയം തന്നെ ഒരു പരോക്ഷമായ ഉപാധിയാണെന്ന് ആ അജ്ഞർ ചിന്തിക്കേണ്ടതുണ്ട്. ദുആ ചെയ്യുക എന്നതും ഇതര കാരണങ്ങളെ ഉൽപ്പന്നമാക്കുന്ന ഒരു ഹേതുകമാണല്ലോ. ഇയ്യാക നസ്തഈൻ എന്ന പ്രാർത്ഥനാ വചനത്തിന് പൂർവഭാഗത്തായി ഇയ്യാക നഅ്ബുദു എന്ന് വന്നതും ഇക്കാര്യത്തിൽ പ്രത്യേകമായ വിശദീകരണം നൽകുന്നുണ്ട്. നമ്മൾ നിന്നെ തന്നെ ആരാധിക്കുകയും ശേഷം നിന്നോട് തന്നെ സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു, നമ്മുടെ ഉദ്ദേശം നടക്കുന്നതിനായി. ഇക്കാര്യം ഇതേക്കുറിച്ച് സവിശേഷം വ്യാഖ്യാനിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ നമുക്ക് കാണാനാകുന്നത് അവൻ ഉപാധികളെ സൃഷ്ടിക്കുന്നതായിട്ടാണ്. മനുഷ്യന് വേണ്ടി അവൻ ഉപാധികൾ സംജാതമാക്കുന്നു, വഴിയൊരുക്കുന്നു. നോക്കുക, ദാഹം ശമിപ്പിക്കാനായി ജലവും വിശപ്പകറ്റാനായി ഭക്ഷണവും അവൻ ഉപാധികളാക്കി മാർഗമാക്കി വച്ചിരിക്കുന്നു. അല്ലാതെ ചുമ്മാ ദാഹം അകലുകയോ ആകാശത്തു നിന്നും വെറുതെ അങ്ങ് ഒറ്റയടിക്ക് വെള്ളവും അതുപോലെ ഭക്ഷണവും മായാജാലം എന്ന പോലെ ലഭ്യമാകുകയോ ചെയ്യുന്നതല്ല. ഉപാധികൾ ഉടലെടുക്കുന്നു, മാർഗങ്ങൾ സംജാതമാകുന്നു, അവ മുഖേന ജലവും ഭക്ഷണവും ലഭിക്കുന്നു. അങ്ങനെ ഈ കാര്യകാരണ പരമ്പര ഇപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഉപാധികൾ എന്തായാലും സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. എന്തെന്നാൽ അള്ളാഹുവിന് രണ്ട് ഗുണനാമങ്ങളുണ്ട്. കാനല്ലാഹു അസീസൻ ഹക്കീമ. അസീസ് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും പ്രാപ്തനും, ഹക്കീം എന്നാൽ എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും യുക്തിയോടെയും സന്ദർഭാനുചിതവും സമുചിതവുമായ നിലയിൽ ചെയ്യുന്നവനുമാണ്. നോക്കുക, സസ്യലതാദികളിലും അചേതന വസ്തുക്കളിലും വിവിധങ്ങളായ സവിശേഷതകൾ കൂടിക്കൊള്ളുന്നുണ്ട്. തുർബത് എന്ന ഔഷധ വേര് തന്നെ നോക്കുക, 1-2 ഔൺസ് ഉപയോഗിച്ചാൽ അത് വയറിളക്കുന്നു. അതുപോലെ സ്കമ്മോനി എന്ന ഔഷധ വേരും ചെയ്യുന്നു. അള്ളാഹുവിന് ഒന്നുമില്ലാതെയും വയറിളക്കാനും ജലമില്ലാതെ ദാഹമകറ്റാനും ഉള്ള കഴിവ് ഉള്ളതാണ്. എന്നാൽ പ്രകൃതി വിസ്മയങ്ങളെ കുറിച്ച് അറിവ് നൽകുന്നതും ആവശ്യമായിരുന്നു. അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും പ്രകൃതിയുടെ വിസ്മയങ്ങളാണ്. അവയെക്കുറിച്ച് അറിവ് നൽകുകയും അനിവാര്യമായിരുന്നു. എന്തെന്നാൽ പ്രകൃതി വിസ്മയങ്ങളെ കുറിച്ച് എത്രത്തോളം പരിജ്ഞാനവും അവഗാഹവും വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നതിന് അർഹരാകുന്നതാണ്. വൈദ്യശാസ്ത്രത്തിൽ നിന്നും ശരീരശാസ്ത്രത്തിൽ നിന്നും ആയിരക്കണക്കിന് സവിശേഷതകൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. മനുഷ്യൻ തന്റെ ആത്മീയ നേത്രങ്ങളാൽ നോക്കുകയാണെങ്കിൽ ഒരു ഏക ദൈവാരാധകനായ
അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഓരോരോ പുതിയ കണ്ടുപിടുത്തത്തിലൂടെയും അതുപോലെ ഓരോ വസ്തുക്കളെ അവധാനപൂർവ്വം നിരീക്ഷിക്കുന്നതിലൂടെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തിനുള്ള ഒരു പുതിയ തെളിവ് കരസ്ഥമാക്കുന്നതാണ്. അങ്ങനെ അയാളുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്നു. നാസ്തികർ അതിനെ യാദൃശ്ചികം എന്ന് പറഞ്ഞു തള്ളാം. പറയുന്നു, ഈ പ്രകൃതി വിസ്മയങ്ങൾ അള്ളാഹു കാണിച്ചിരിക്കുന്നത് എല്ലാ വസ്തുക്കളും ഒരു ഉദ്ദേശം ഉൾക്കൊള്ളുന്നു എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതിനായാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, തഖ്വയുടെ പാത സ്വീകരിക്കേണ്ടതാണ്. തഖ്വ ഒന്നു മാത്രമേ ശരീഅത്തിന്റെ സംഗ്രഹം എന്ന് വിളിക്കപ്പെടാൻ അർഹമായിട്ടുള്ളൂ. ശരീഅത്തിനെ ചുരുക്കി അവതരിപ്പിക്കണമെങ്കിൽ ശരീഅത്തിന്റെ അകക്കാമ്പ് തഖ്വ ഒന്നു മാത്രമാണ്. തഖ്വയുടെ ഘട്ടങ്ങളും സ്ഥാനങ്ങളും ഒരുപാടുണ്ട്. എന്നാൽ സത്യനിഷ്ഠരായ അന്വേഷകരായിക്കൊണ്ട് സ്ഥൈര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി അതിന്റെ പ്രാരംഭഘട്ടങ്ങൾ തരണം ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു വ്യക്തി സത്യനിഷ്ഠയും സത്യാന്വേഷണവും കാരണത്താലെ ഉന്നത പദവികൾ കരസ്ഥമാക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അതായത് അള്ളാഹു മുത്തഖീങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നത് അവന്റെ ഒരു വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം തള്ളപ്പെടുന്നതല്ല. ഏതുപോലെ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിയാദ്, അള്ളാഹു തന്റെ വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നതല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. തഖ്വയുടെ നിബന്ധന ദുആ സ്വീകാര്യതയ്ക്ക് അവിഭാജ്യമായ നിബന്ധനയാണ്. ഈ നിബന്ധന ഉപേക്ഷിക്കാവതോ വേർപെടുത്താവതോ തള്ളപ്പെടാവതോ അല്ല. ഒരു മനുഷ്യൻ അശ്രദ്ധനും അലക്ഷ്യനുമായി ദുആ സ്വീകാര്യത കാക്ഷിക്കുകയാണെങ്കിൽ അയാൾ വിഡ്ഢിയും അജ്ഞനുമല്ലേ. അതുകൊണ്ട് നമ്മുടെ ജമാഅത്ത് അംഗങ്ങൾക്ക് നിർബന്ധമായ ഒരു കാര്യം അവർ സാധ്യമാകുന്നത്ര തഖ്വയുടെ പന്ഥാവിൽ ചുവട് വെക്കണമെന്നതാണ്. അപ്രകാരം ദുആ സ്വീകാര്യതയുടെ ആനന്ദവും അനുഭൂതിയും അവർ നേടുന്നതാണ്, ഈമാൻ വർദ്ധിക്കുന്നതുമാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, എന്നെ വിശ്വസിക്കുക, അപ്രകാരം ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം റഹം അഥവാ കാരുണ്യത്തിന്റെ വകഭേദങ്ങളെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഓർക്കുക, കാരുണ്യം രണ്ടു വിധമുണ്ട്. ഒന്നാമത്തേത് റഹ്മാനിയത്ത് എന്നും രണ്ടാമത്തേത് റഹീമിയത്ത് എന്നുമാണ് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. റഹ്മാനിയത്ത് എന്നത് നമ്മുടെ അസ്തിത്വത്തിനും മുമ്പ് തുടങ്ങിയ അനുഗ്രഹാതിരേകമാണ്. ഉദാഹരണത്തിന്, അള്ളാഹു ആദ്യമേ തന്നെ തന്റെ ദീർഘദൃഷ്ട്യ നമുക്ക് ഗുണകരമായ വിധത്തിലുള്ള ആകാശഭൂമികളെയും ആകാശീയവും ഭൗമികവുമായ സാധന സാമഗ്രികളെയും നിർമ്മിച്ചു. അവ ഇന്നും നമുക്ക് ഗുണം ചെയ്യുന്നു. ഈ സകല വസ്തുക്കളിൽ നിന്നും പൊതുവെ മനുഷ്യനാണ് പ്രയോജനമെടുക്കുന്നത്. ആടുമാടുകളും ഇതര മൃഗങ്ങളും മനുഷ്യന് ഉപകാരപ്രദമായ വസ്തുക്കളാണ്. അവയ്ക്ക് സ്വയം എന്തു നേട്ടമാണ് ലഭിക്കുന്നത്? ഈ വസ്തുക്കളെല്ലാം മനുഷ്യന്റെ ഗുണത്തിനായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവയ്ക്ക് സ്വന്തം എന്ത് പ്രയോജനമാണ് കരസ്ഥമാകുന്നത്? ശാരീരികമായി നോക്കുകയാണെങ്കിൽ തന്നെ മനുഷ്യന് എത്തരത്തിലുള്ള ഉദാത്തവും ശ്രേഷ്ഠവുമായ ആഹാര പദാർത്ഥങ്ങളാണ് ഭക്ഷിക്കാൻ ലഭിക്കുന്നത് എന്ന് നോക്കുക. ഉത്കൃഷ്ടമായ മാംസം മനുഷ്യന് വേണ്ടിയാണുള്ളത്. എല്ലും കഷണങ്ങളും പട്ടികൾക്ക് വേണ്ടിയും. ശാരീരികമായ നിലയിൽ മനുഷ്യന് ലഭ്യമായിട്ടുള്ള ആനന്ദാനുഭൂതികളെ പോലെ മൃഗങ്ങൾക്കും ലഭിക്കുന്നെങ്കിലും ഉന്നത നിലവാരത്തിൽ അത് മനുഷ്യനാണ് ലഭ്യമായിട്ടുള്ളത്. ആത്മീയ നിർവൃതിയിൽ മൃഗങ്ങൾക്ക് യാതൊരു പങ്കും തന്നെയില്ല. ആത്മീയാനന്ദാനുഭൂതികൾ മനുഷ്യന് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മൃഗങ്ങൾ അതിൽ ഭാഗവാക്കല്ല. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ അസ്തിത്വത്തിനു മുമ്പായും കാലേ കൂട്ടിയും മുന്നൊരുക്കം എന്ന നിലയിൽ, അതായത് മുമ്പേ തയ്യാറാക്കപ്പെട്ട നിലയിൽ ഉള്ളതാണ്. വായു, അഗ്നി, ഭൂമി, ജലം തുടങ്ങിയ ഘടകങ്ങൾ അവൻ നമുക്ക് വേണ്ടി ഉൽപ്പന്നമാക്കി. അവ നമുക്ക് ഉപകരിക്കപ്പെടുന്നു. ഇത് നമ്മുടെ അസ്തിത്വത്തിനും നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ദുആക്കും മുമ്പ് തന്നെയുള്ളതാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഇവ. നമ്മൾ ആഗ്രഹിക്കുന്നതിനും മുമ്പ് ഇവ നിലവിൽ വന്നതാണ്. നാം പ്രാർത്ഥിക്കുന്നതിനും പൂർവമായി ഇവ ലഭ്യമായിട്ടുള്ളതാണ്. അത് റഹ്മാനിയത്തിന്റെ തേട്ടത്താൽ ഉൽപ്പാദിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ പരമകാരുണികൻ എന്ന വിശേഷണത്താൽ സംജാതമായതാണ്. രണ്ടാമത്തെ കാര്യം റഹീമിയത്ത് അഥവാ കരുണാമയത്വത്തിൻ്റെതാണ്. അതായത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നൽകുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും, പ്രകൃതി നിയമങ്ങൾ എപ്പോഴും ദുആയുമായി
ബന്ധപ്പെട്ടാണുള്ളത്. ചിലർ ഇക്കാലത്ത് ഇതിനെ ബിദഅത്ത് അഥവാ നൂതന പ്രവണതയായി കണക്കാക്കുന്നു. അള്ളാഹുവുമായി നമ്മുടെ ദുആക്കുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ദുആയുമായുള്ള ബന്ധത്തെ അദ്ദേഹം ഇപ്രകാരം വിവരിക്കുകയാണ്. ഹസരത്ത് മസീഹ് ഇസ്ലാം ഒരു കുഞ്ഞ് വിശപ്പിനാൽ പരിഭ്രാന്തനായി മുലപ്പാലിന് വേണ്ടി നിലവിളിക്കുകയും ആർത്തനാദം പുറപ്പെടുവിക്കുകയും ചെയ്യുമ്പോൾ മാതാവിന്റെ സ്തനത്തിൽ നിന്നും പാല് അണപൊട്ടി ഒഴുകുന്നു. കുഞ്ഞിന് ദുആയുടെ പേര് പോലും അറിയുകയില്ല. എന്നാൽ എങ്ങനെയാണ് അവന്റെ ആർത്തനാദം പാലിനെ വലിച്ചു കൊണ്ടുവരുന്നത്? ഇതേക്കുറിച്ച് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. ചിലപ്പോൾ മാതാക്കൾക്ക് പാലുള്ളത് പാല് നിറഞ്ഞത് പോലും അനുഭവപ്പെടുകയില്ല. എന്നാൽ കുഞ്ഞ് ആർത്തലയ്ക്കുമ്പോൾ പാല് പുറത്തേക്ക് ഒഴുകുന്നതായി കാണാൻ സാധിക്കുന്നു. അങ്ങനെയിരിക്കെ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ നമ്മുടെ ആർത്തനാദം ഒന്നിനെയും തന്നെ ആകർഷിക്കുകയില്ല എന്നാണോ? ആകർഷിക്കപ്പെടുന്നതാണ്. എല്ലാം തന്നെ അതിനാൽ വരുന്നതാണ്. എന്നാൽ പണ്ഡിതരും താത്വികരുമായി ചമഞ്ഞിട്ടുള്ള അന്ധത ബാധിച്ചവർക്ക് അത് കാണാൻ സാധിക്കില്ല. കുഞ്ഞിന് മാതാവിനോടുള്ള ബന്ധവും ചാർച്ചയും സ്മൃതിപഥത്തിൽ വെച്ച് ദുആയുടെ തത്വരഹസ്യത്തെക്കുറിച്ച് പര്യാലോചന നടത്തിയാൽ അക്കാര്യം അതിലളിതവും സരളവുമായി മനസ്സിലാക്കാം. രണ്ടാമത്തെ കാരുണ്യം നൽകുന്ന പാഠം അത് അർത്ഥിക്കുന്നതിന് ശേഷം ഉണ്ടാകുന്ന കാരുണ്യമാണ്. അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഉദൂനി അസ്തജിബിലക്കും ഇതൊരു വാചക കസർത്തല്ല, മറിച്ച് ഇത് മനുഷ്യപ്രകൃതത്തിന്റെ അനിവാര്യ ഫലമാണ്. അർത്ഥന മനുഷ്യന്റെ സവിശേഷതയും സ്വീകരിക്കുക അല്ലെങ്കിൽ മറുപടി നൽകുക എന്നത് അള്ളാഹുവിന്റെ ജോലിയുമാണ് എന്ന കാര്യത്തെയും അതിന്റെ പ്രാധാന്യത്തെയും വിവരിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അർത്ഥിക്കുക മനുഷ്യന്റെ പ്രത്യേകതയും സ്വീകരിക്കുക ദൈവത്തിന്റെ സവിശേഷതയുമാണ്. ഇക്കാര്യം ഗ്രഹിക്കാത്തവനും അംഗീകരിക്കാത്തവനും പെരും നുണയനാണ്. മുമ്പ് ഞാൻ ഒരു കുഞ്ഞിന്റെ ഉദാഹരണം അവതരിപ്പിക്കുകയുണ്ടായി. അത് ദുആയുടെ തത്വത്തെ നല്ലവണ്ണം ചുരുളയിച്ച് കാണിക്കുന്നുണ്ട്. റഹ്മാനിയത്തും റഹീമിയത്തും രണ്ടും വിഭിന്ന കാര്യങ്ങളല്ല. ഒന്ന് ഉപേക്ഷിച്ച് മറ്റൊന്നിനെ കാക്ഷിക്കുന്നയാൾക്ക് അത് ലഭിക്കുന്നതല്ല തന്നെ. റഹീമിയത്തിൽ നിന്നും അനുഗ്രഹം തേടാനുള്ള ശേഷി നമ്മിൽ സംജാതമാക്കുകയാണ് റഹ്മാനിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ റഹ്മാനിയത്ത് എന്നാൽ അവൻ നമുക്ക് മാർഗദർശനം നൽകി, വഴി പറഞ്ഞു തന്നു, സാധന സാമഗ്രികളും നൽകി. അവനിൽ നിന്നും നാം അർത്ഥിച്ചു വാങ്ങിക്കേണ്ട കാര്യങ്ങൾക്കായുള്ള തേട്ടത്തിനായി നമുക്ക് അത് കരുത്തു പകരുന്നു. അത് റഹ്മാനിയത്ത് കരുത്തു പകരുന്നു. ദുആ ചെയ്യാനും അള്ളാഹുവിന്റെ റഹീമിയത്ത് നേടാനുമുള്ള മാർഗങ്ങൾ റഹ്മാനിയത്ത് സൃഷ്ടിക്കുന്നു. പറയുന്നു, അങ്ങനെ ചെയ്യാത്തവർ അനുഗ്രഹ നിഷേധികളാണ്. ഇയ്യാക നഅ്ബുദു എന്നതിന്റെ അർത്ഥം ഇതാണ്: നീ നമുക്ക് പ്രദാനം ചെയ്ത ഭൗതികമായ സാധന സാമഗ്രികളെയും ഉപാധികളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു. ഈ ബാഹ്യമായ ഉപാധികൾ മുഖേന ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈ നാവ് തന്നെ നോക്കുക. അദ്ദേഹം നാവിന്റെ ഉദാഹരണം ഇവിടെ നൽകുകയാണ്. പേശികളാലും ഞരമ്പുകളാലും അവ നിർമ്മിതമാണ്. അതിന് നാഡികളും ധമനികളും ഉമിനീരുമുണ്ട്. ഇതെല്ലാം നാവുകളുടെ ഭാഗമാണ്. അത് മുഖേനയാണ് നാവ് നിർമ്മിതമായത്. അത്തരത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനാകുമായിരുന്നില്ല. നാവ് വരണ്ടുപോയാൽ നമുക്ക് സംസാരിക്കാനാകില്ല. അതിലെ നാഡികളും ധമനികളും ആർദ്രമായി നനഞ്ഞിരിക്കണം. അവ എപ്പോഴും നനവുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നാവ് ചലിപ്പിക്കാനാകില്ല. പറഞ്ഞു ഹൃദയത്തിന്റെ വിചാരങ്ങൾ പോലും വർണ്ണിക്കാനാകുന്ന നാവ് ദുആക്കായി അവൻ നൽകിയിരിക്കുന്നു. ദുആക്കായി നാവ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമാകുന്നു. ഒരുപാട് രോഗങ്ങൾ നാവിന് പിടിപെട്ടാൽ പെട്ടെന്ന് തന്നെ നാവ് ഉപയോഗശൂന്യമായി തീരുന്ന വിധത്തിലുള്ളതും ഉണ്ട്. അത്തരം രോഗങ്ങളുമുണ്ട്. അത് നിമിത്തം ഒരാൾ ഊമയും ആയിത്തീരാം. നാവിന് ലഭിച്ച എത്ര വലിയ കാരുണ്യമാണിത്! അതുപോലെ തന്നെയാണ് കാതിന്റെ നിർമ്മിതിയും. നാവ് നൽകിയതു സംബന്ധിച്ച് പദം ഞാൻ കരുതുന്നത് റഹ്മാനിയത്ത് ആണെന്നാണ്. എന്തായാലും അള്ളാഹു നാവ് നൽകിയിരിക്കുന്നു, അവന്റെ റഹ്മാനിയത്തും ആണിത്. അതുപോലെ അതിന്റെ ഉപയോഗക്രമവും രീതികളും നമ്മെ അവൻ പഠിപ്പിച്ചു തന്നു. അപ്രകാരം നാം അതിനെ ഉപയോഗിക്കുന്നു. അതും റഹീമിയത്താണ്. അതുപോലെ കാതിന്റെ നിർമ്മിതിയിൽ വ്യത്യാസം വന്നാൽ, ഘടനയിൽ വ്യത്യാസം വന്നാൽ നമുക്ക് പിന്നെ ഒന്നും തന്നെ കേൾക്കാനാകുന്നതല്ല. അതുപോലെയാണ് ഹൃദയത്തിന്റെയും അവസ്ഥ. അത് ഭയവും വിനമ്രതയും ഉളവാക്കുന്നു. ചിന്തിക്കാനും ആലോചിക്കാനും അതിന് ശേഷിയുണ്ട്.
രോഗം വന്നാൽ ഇതെല്ലാം ഏതാണ്ട് ഉപയോഗശൂന്യമാകുന്നതാണ്. ഭ്രാന്തന്മാരെ തന്നെ നോക്കുക, അവരുടെ കഴിവുകൾ എപ്രകാരമാണ് വ്യർത്ഥമായി പോയത്. ആയതിനാൽ ദൈവദത്തമായ അനുഗ്രഹങ്ങളെ വിലമതിക്കുക നമുക്ക് നിർബന്ധമല്ലേ? അള്ളാഹു അനുഗ്രഹ പൂർത്തിയാൽ നമുക്ക് നൽകിയ ശേഷികളെ വ്യർത്ഥമായി ഉപേക്ഷിച്ചാൽ നമ്മൾ നിസ്സംശയം അനുഗ്രഹ നിഷേധികളാകുന്നതാണ്, അവന്റെ നിയമത്തുകളെ നിഷേധിക്കുന്നവരായി മാറുന്നതാണ്. ഓർത്തുകൊള്ളുക, തങ്ങളുടെ കഴിവുകളെയും ശക്തികളെയും വ്യർത്ഥമാക്കി വെച്ച് ദുആ ചെയ്താൽ അത്തരം ദുആ ഒരു പ്രയോജനവും തരുന്നതല്ല. എന്തെന്നാൽ നാം ആദ്യത്തെ കൃപാവരത്തെ ഉപയോഗിക്കാത്തതിനാൽ രണ്ടാമത്തതിനെ പിന്നെ നമുക്ക് എങ്ങനെ ഗുണകരവും പ്രയോജനപ്രദവുമാക്കാനാകും? ഈ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം സ്പഷ്ടമാക്കിയിരിക്കുന്നത്, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം വിലമതിക്കണം, അവ കൊണ്ടുള്ള മഹത്തായ ഉദ്ദേശങ്ങൾക്കായി അവയെ ഉപയോഗിക്കണം, അവ മുഖേന അള്ളാഹുവിനോട് അവയുടെ യഥാർത്ഥ ഉപയോഗത്തിനുള്ള പ്രാപ്തി അർത്ഥിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഒരു ദാസന് തന്റെ യഥാർത്ഥ ദാസകത്വത്തിന്റെ കടമ നിറവേറ്റാൻ ആകുകയുള്ളൂ. അവൻ തന്നെ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കാൻ ആകുകയുള്ളൂ. ഈ കൃതജ്ഞത അങ്ങനെ ദൈവാനുഗ്രഹങ്ങളെ അവനിലേക്ക് ആകർഷിക്കുന്നു. റഹ്മാനിയത്ത് മുഖേന വരദാനം ചെയ്യപ്പെട്ട വസ്തുക്കൾ മുഖേന റഹീമിയത്തിൽ നിന്നും ഭാഗമാക്കാനാകുകയുള്ളൂ. അങ്ങനെയാണ് ദുആ സ്വീകാര്യതയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനാകുക. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വിവരിച്ചുകൊണ്ട് ഹദരത്ത് മസീഹ് ഇസ്ലാം ഇപ്രകാരം പറയുന്നു: ഇയ്യാക നഅ്ബുദു എന്നത് ഇപ്രകാരം വിളിച്ചോതുന്നു: അല്ലയോ പ്രപഞ്ചാദിനാഥ, നിന്റെ ആദ്യ കൃപാവരത്തെയും ഞങ്ങൾ വ്യർത്ഥമോ വൃഥാവിലോ ആക്കിയില്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിൽ നിന്നും യഥാർത്ഥ ഉൾക്കാഴ്ച തേടണം എന്നാണ്. എന്തെന്നാൽ അവന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ സഹായത്തിനില്ലെങ്കിൽ ഇരുട്ടിലും അന്ധകാരത്തിലും കുടുങ്ങിക്കിടക്കുന്ന അശക്തനായ മനുഷ്യന് ദുആ ചെയ്യാനാകുന്നതല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ് അവന് മാർഗദർശനം നൽകുന്നതും അവനെ സഹായിക്കുന്നതും. അല്ലാത്ത പക്ഷം മനുഷ്യൻ എളിയവനാണ്, അശക്തനാണ്, അവൻ ലൗകികതയിൽ കെട്ടുപണിഞ്ഞിരിക്കുകയാണ്, ലൗകികതയുടെ അന്ധകാരത്തിൽ അവൻ അകപ്പെട്ടിരിക്കുകയാണ്. അവൻ ദുആകളെ യഥാവിധം ചെയ്യാനുള്ള അവസരം ലഭിക്കാത്തവനായി മാറുന്നു. റഹ്മാനിയത്തിന്റെ അനുഗ്രഹാതിരേകത്താൽ അവന് ലഭിച്ച ദൈവകൃപയെ ഫലപ്രദമാക്കിക്കൊണ്ട് ഒരുവൻ ദുആ ചെയ്യാത്തിടത്തോളം ഒരു സൽഫലവും അതുകൊണ്ട് സൃഷ്ടിക്കാനാകുന്നതല്ല. ഈ അന്ധകാരത്തിൽ നിന്നും കരയേറാനായി മനുഷ്യന് എന്തായാലും അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതായുണ്ട്. പറയുന്നു: ഞാൻ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയിൽ ഒരു കാര്യം കുറെ കാലമായി കണ്ടുവരുന്നുണ്ട്. ജന്മികൾ കൃഷി ആവശ്യത്തിനായി ലോൺ എടുക്കുമ്പോൾ അവർക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ പണയമായി കാണിക്കേണ്ടത് അനിവാര്യമായി വരുന്നു. ഇവിടെയും ലോൺ വ്യവസ്ഥയുണ്ട്. മോഡ്ഗേജ് എന്നൊക്കെ പറയും. അതിനെ ആദ്യം കുറച്ച് സംഖ്യ നിക്ഷേപിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ വല്ല ജാമ്യവും നൽകേണ്ടതായുണ്ട്. വസ്തുവകകൾ കാണിക്കേണ്ടത് നിർബന്ധമാണ്. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കേണ്ടതായി വരും, അതായത് പ്രാവർത്തികമായി എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കേണ്ടതായി വരും. അതുപോലെ പ്രകൃതി നിയമത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക. നമുക്ക് മുമ്പേ ലഭിച്ച വസ്തുക്കളെ കൊണ്ട് നാം എന്തുണ്ടാക്കി? ബുദ്ധിയും വിവേകവും കണ്ണും കാതുമുണ്ടെങ്കിൽ, വഴി പിഴച്ചില്ലെങ്കിൽ, വിഡ്ഢിയും ചിത്തഭ്രമിയും ആയി തീർന്നില്ലെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യുവിൻ. കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാം തന്നെ മനുഷ്യന് ലഭിച്ചു എങ്കിൽ, അള്ളാഹു തന്നരുളിയ അനുഗ്രഹങ്ങളിൽ അവൻ മതിമറന്നില്ലെങ്കിൽ പിന്നെ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു ഇന്ന കാര്യങ്ങൾ തന്നിരിക്കുന്നതിൽ കൃതജ്ഞനായി തീരുക. അപ്പോൾ ദൈവാനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഭാഗ്യഹീനതയുടെയും നഷ്ടത്തിന്റെയും ലക്ഷണമായി അത് മാറുന്നതാണ്. കൃപാവരങ്ങളെ നല്ല നിലയിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ദുആകൾ ഗുണം ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഭാഗ്യശൂന്യതയും നഷ്ടവുമാണ് ഒരാൾക്ക് കൂട്ടിനുണ്ടാകുക. ആയതിനാൽ ഇക്കാര്യത്തിൽ നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നു: പ്രകൃതി നിയമത്തിൽ ദുആ സ്വീകാര്യതയുടെ ഉദാഹരണങ്ങളുണ്ട്. എല്ലാ കാലത്തും അള്ളാഹു ജീവൽ മാതൃകകൾ അയക്കുന്നു. അതുകൊണ്ട് അവൻ ഈദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലസീന അനംത അലൈഹിം എന്ന ദുആ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ഇംഗിതവും ദൈവത്തിന്റെ നിയമവുമാണ്. അവ മാറ്റിമറിക്കാൻ ആരാലും ആകില്ല. ഈദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആയിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് നാം നമ്മുടെ കർമ്മങ്ങളെ സമ്പൂർണവും
മികവുറ്റതും ആക്കി തീർക്കണമെന്നതാണ്. നമ്മുടെ കർമ്മങ്ങളെ സമ്പൂർണവും അതുപോലെ പൂർണ്ണവും മികവുറ്റതും ആക്കണമെന്നാണ്. അവ പൂർണ്ണമാക്കി വെക്കണം. ഈ വാക്കുകളിൽ വിചിന്തനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ബാഹ്യദൃഷ്ട്യാ ശരീഅത്ത് അനുശാസിക്കുന്ന നിലയിൽ ഈ ദുആ ചെയ്യാനുള്ള കൽപ്പനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാഹ്യമായ നിലയിൽ ദുആ ചെയ്യാനുള്ള കൽപ്പനയാണ്. നേരായ മാർഗത്തിന്റെ ഹിദായത്ത് തേടാനുള്ള അധ്യാപനമാണ്. ഇക്കാര്യത്തിലേക്കാണ് അത് സൂചന നൽകുന്നത് എന്ന കാര്യം അവിതർക്കമാണ്. എന്നാൽ അതിന്റെ തലക്കലായി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് വന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് പ്രയോജനപ്പെടുത്തുക എന്നാണ്. നേരായ മാർഗത്തിന്റെ ഘട്ടങ്ങൾ തരണം ചെയ്യാനായി നൈസർഗിക ശേഷികളെ ഉപയോഗപ്പെടുത്താനും ദൈവസഹായത്തെ തേടാനുമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ വിളിച്ചോതുന്നത്. ഇപ്രകാരമാണ്. സിറാത്തുൽ മുസ്തഖീം നേടണമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തന്നരുളിയ ശേഷികളെ ഉപയുക്തമാക്കി ദൈവസഹായം അർത്ഥിക്കേണ്ടതുണ്ട്. നേരായ മാർഗത്തിൽ ചരിക്കുന്നതിനും വേണ്ടി അത് അനിവാര്യമാണ്. ആയതിനാൽ ബാഹ്യോപാധികളെ പ്രയോജനപ്പെടുത്തേണ്ടതും അനിവാര്യമാണ്. അത് ഉപേക്ഷിക്കുന്നയാൾ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന വ്യക്തിയാണ്. നന്മകൾ ചെയ്യാനും അള്ളാഹുവിനോട് സഹായം തേടേണ്ടതുണ്ട്. പറയുന്നു, ഹൃദയങ്ങളുടെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും അഭിവ്യക്തമാക്കാൻ കെൽപ്പുള്ള നാവാണ് അള്ളാഹു നമുക്ക് ഏകിയിട്ടുള്ളത്. തുടർന്ന് പറയുന്നു, അതുപോലെ ഹൃദയത്തിൽ ഭയ നമ്രാദി അവസ്ഥാവിശേഷങ്ങൾ അന്തർലീനമാക്കിയിട്ടുണ്ട്. അതുപോലെ ചിന്താ വിചിന്തന ശേഷിയും ഉള്ളടക്കിയിട്ടുണ്ട്. നമ്മൾ ആ കഴിവുകളെയും ശേഷികളെയും വ്യർത്ഥമായി ഉപേക്ഷിച്ചാൽ പിന്നെ ദുആ ഒരിക്കലും ഗുണകരമോ ഉപകാരപ്രദമായി തീരില്ല. എന്തെന്നാൽ ആദ്യം ലഭിച്ച കൃപാവരത്തെ ഉപയോഗിക്കാതെ കണ്ട് രണ്ടാമത്തേത് കൊണ്ട് എന്തു ഫലമെടുക്കാനാണ്? അതിനാൽ ഇതിന് സിറാത്തുൽ മുസ്തഖീമിന് മുന്നോടിയായി ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത് ഞങ്ങൾ നീ ഏകിയ മുൻ വരദാനത്തെയും കഴിവുകളെയും വ്യർത്ഥവും വിനഷ്ടവുമാക്കിയില്ല എന്നാണ്. ഓർത്തുകൊള്ളുക, റഹീമിയത്തിൽ നിന്നും ഫലമെടുക്കാൻ അർഹത നൽകുകയാണ് റഹ്മാനിയത്തിന്റെ സവിശേഷത. അതുകൊണ്ട് അള്ളാഹു ഉദൂനി അസ്തജിബ് ലക്കും എന്ന് പറഞ്ഞത് വെറും വീൺ വാക്കല്ല, മറിച്ച് മനുഷ്യന് ശ്രേഷ്ഠത ലഭിക്കുന്നതിന് അവിഭാജ്യ ഘടകമാണത്. അർത്ഥിക്കുന്നത് മനുഷ്യ സവിശേഷതയാണ്. നൽകുക അള്ളാഹുവിൻ്റെതും. അള്ളാഹുവിനോട് തേടുന്നതിനായി അവസരം തേടി നടക്കാത്ത മനുഷ്യൻ അക്രമകാരിയാണ്. ദുആ എന്നത് വളരെ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കഷ്ടം, ഞാൻ ഏതു വാക്കുകളാലാണ് ആ ആനന്ദാനുഭൂതികളെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുക? അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ദുആയുടെ അവശ്യ ഘടകങ്ങളിൽ പെട്ടതാണ് സൽക്കർമ്മങ്ങളും സദ്വിശ്വാസ സംഹിതയും ഉണ്ടാക്കിയെടുക്കുക എന്നത്. എന്തെന്നാൽ തന്റെ വിശ്വാസാദർശത്തെ ശരിപ്പെടുത്താത്തവനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവനും ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ അള്ളാഹുവിനെ അവൻ പരീക്ഷിക്കുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യം ഇതാണ്, ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന ദുആ കൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ കർമ്മങ്ങളെ സമ്പൂർണവും മികവുറ്റതും ആക്കുകയാണ്. തുടർന്ന് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുനം അലിഹിം അനുഗ്രഹീതരുടെ പാതയാണ് കാക്ഷിക്കുന്നത് എന്ന് സ്പഷ്ടമാക്കിയിരിക്കുകയാണ്. ദുഷ്കർമ്മങ്ങളുടെ ഫലമായി ദൈവശിക്ഷ ഇറങ്ങിയ കോപത്തിനു പാത്രരായ വിഭാഗത്തിന്റെ മാർഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദ്വാലീൻ അഥവാ വഴിപേച്ചവരെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചിരിക്കുന്ന ദ്വാ, നിന്റെ സഹായമില്ലാതെ അലഞ്ഞു തിരിയുന്ന മാർഗത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. നിന്റെ സഹായം കൂടാതെ ഞങ്ങൾ അലയുമാറാകരുത്. അലച്ചിലിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. ഇത്തരത്തിൽ സശ്രദ്ധം സൂറ ഫാത്തിഹ പാരായണം ചെയ്യുകയും ഇപ്രകാരം ദുആ ചെയ്യുകയും വേണം. അതുകൂടാതെ ദുആയിൽ കാര്യകാരണങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് കൂടുതലായി ഇപ്രകാരം ഹദരത്ത് മസീഹ് വസ്ലം വിവരിക്കുന്നു: കേൾക്കുവിൻ, അദൂനി വസ്തജിബിലക്കും എന്ന് ദുആയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനായി സത്യപൂർണമായ ആത്മാവിന്റെ ആവശ്യകതയുണ്ട്. ഈ ഭയ വിലാപങ്ങളിൽ യാഥാർത്ഥ്യത്തിന്റെ ആത്മാവില്ലെങ്കിൽ അത് വെറും വീമ്പ് പറച്ചിലിനേക്കാൾ കൂടുതലായി ഒന്നും തന്നെയായി മാറുന്നതല്ല. ഉപാധികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം. അത് വെറും തെറ്റിദ്ധാരണയാണ്. ശരീഅത്ത് ഉപാധികളെ വിലക്കിയിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ദുആ തന്നെ ഒരു ഉപാധിയല്ലേ? അഥവാ ഉപാധികളും ദുആ തന്നെയല്ലേ? ഉപാധികളെ അന്വേഷിക്കുന്നത് തന്നെ സ്വയം ഒരു ദുആയാണ്. ദുആയും സ്വയം തന്നെ ഒരു മഹത്തായ ഉപാധിയുടെ ഉറവിടമാണ്. മനുഷ്യന്റെ ബാഹ്യാകാരം അവന്റെ ഇരു കരങ്ങളുടെയും ഇരു കാലുകളുടെയും നിർമ്മിതി, ഘടന, പരസ്പരമുള്ള സഹായ സഹകരണത്തിന്റെ പ്രകൃതിയാലുള്ള സൂചനയാണ് നൽകുന്നത്. ഈ ദൃശ്യം മനുഷ്യനിൽ തന്നെ നിലനിൽക്കവേ അവൻ താവനു അലൽ ബിർരി വ തഖ്വ എന്നതിന്റെ അർത്ഥം, അതായത് നന്മയിലും തഖ്വയിലും സഹകരിക്കുക
എന്നതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിൽ പ്രയാസപ്പെടുക എന്നത് എത്രമാത്രം അതിശയകരമായ വസ്തുതയാണ്. അതെ, ഞാൻ പറയുന്നത് ഉപാധികളെ തിരഞ്ഞു കണ്ടെത്തുന്നതും ദുആ മുഖേന ആകണമെന്ന് തന്നെയാണ്. പരസ്പര പൂരകമായി സഹായിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ദൈവികമായ ഒരു സംവിധാനത്തിലൂടെയും തികഞ്ഞ മാർഗദർശകമായ നിലയിലും ഉള്ളടങ്ങിയിരിക്കവേ അക്കാര്യത്തെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹു കാര്യഹേതുക്കളെ കൂടുതൽ സ്പഷ്ടവും സുവ്യക്തവുമായ നിലയിൽ ലോകസമക്ഷം തുറന്നു കാട്ടുന്നതിനായി അംബിയ അലൈഹി ഇസ്ലാമിന്റെ പരമ്പര ലോകത്ത് സ്ഥാപിതമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന് എല്ലാറ്റിനും ശക്തിയുണ്ട്. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ ദൈവദൂതർക്ക് പരസഹായം ആവശ്യമില്ലാതെ വരുത്താമായിരുന്നു. എന്നാൽ എന്നിട്ടും അവർക്ക് ആരാണ് എനിക്ക് ദൈവമാർഗത്തിൽ സഹായിയാകുക അൻസാരി ഇലല്ല എന്ന് ചോദിക്കുന്ന ഒരു നിർബന്ധിതാവസ്ഥ അവൻ വരുത്തി കൊടുക്കുകയുണ്ടായി. അവരെ എന്താണ് ഒരു ഭിക്ഷുകനെ പോലെ സഹായമർത്ഥിച്ച് നടക്കുകയാണോ ചെയ്തത്? അല്ല തന്നെ. മൻ അൻസാരി ഇലല്ല എന്ന് പറയുന്നതിലും ഒരു പ്രതാപമുണ്ട്, ഒരു അന്തസ്സുണ്ട്. അവർ ലോകത്തിന് ഉപാധികളെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ലൗകിക സാമഗ്രികളും ലഭ്യമാക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതും ദുആയുടെ ഒരു ഭാഗമാണ്. അവർക്ക് അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസവും അവന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായ നിശ്ചയവും ഉണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ഇന്ന ലനൻസുറു റുസുലന വല്ലസീന ആമനു ഫിൽ ഹയാത്തി ദുനിയ എന്നത് ദൈവ വാഗ്ദാനമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതായത് നാം നമ്മുടെ ദൈവദൂതരെയും അവരിൽ വിശ്വസിച്ചവരെയും ഈ ലോകത്ത് നിശ്ചയമായും സഹായിക്കുന്നതാണ്. പറയുന്നു, ഇതൊരു സുദൃഢവും സുനിശ്ചിതവുമായ വാഗ്ദാനമായിരുന്നു. ഞാൻ പറയുന്നു, അള്ളാഹു ആരുടെയെങ്കിലും ഹൃദയത്തിൽ സഹായിക്കണമെന്ന ചിന്ത അങ്കുരിപ്പിക്കാതെ കണ്ട് ആർക്കെങ്കിലും സഹായിക്കാനാകുമോ? അതുകൊണ്ട് പ്രവാചകന്മാർക്കും ഉപാധികളുടെ ആവശ്യമുണ്ട്. എന്നാൽ അവർ അള്ളാഹുവിനും സമക്ഷമായിരുന്നു കുനിഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹു തന്നെയായിരുന്നു അവർക്ക് വേണ്ടി ഉപാധികൾ സൃഷ്ടിച്ചു കൊടുത്തിരുന്നത്, ജനഹൃദയങ്ങളിൽ ആ ചിന്ത ഇട്ടിരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തരായ സഹായികളെ അവൻ തന്നെയായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. ദുആ സംബന്ധമായി നമസ്കാരത്തിന്റെ ഉദ്ദേശവും പ്രസക്തിയും വിവരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, നമസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശവും അന്തസാരവും ദുആ തന്നെയാണ്. ദുആ ചെയ്യുക അള്ളാഹുവിന്റെ പ്രകൃതി നിയമങ്ങൾക്ക് തികച്ചും അനുഗുണമായ സംഗതിയാണ്. ഉദാഹരണത്തിന് നമ്മൾ പൊതുവെ കാണുന്ന കാര്യമാണ്, ഒരു കുഞ്ഞ് കരഞ്ഞു വിലപിക്കുകയും പരിഭ്രാന്തി പ്രകടമാക്കുകയും ചെയ്യുമ്പോൾ മാതാവ് എത്ര അസ്വസ്ഥയായിക്കൊണ്ട് ആണ് കുഞ്ഞിന് പാല് നൽകുന്നത്. ദൈവത്തിലും ദാസരിലും ഇതേ തരത്തിലുള്ള ഒരു ബന്ധം തന്നെയാണ് ഉള്ളത്. അക്കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരുവൻ ദൈവ കവാടത്തിൽ വീഴുകയും വളരെ താഴ്മയോടും ഭയവിഹ്വലതയോടും കൂടി അവന്റെ സവിധത്തിൽ തന്റെ അവസ്ഥയെ വയ്ക്കുകയും അവനോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപാകടാക്ഷം ആവേശം കൊള്ളുകയും അത്തരമൊരാൾക്കുമേൽ കാരുണ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹ കടാക്ഷങ്ങളുടെ പാലും ഒരു വിലാപം ആവശ്യപ്പെടുന്നുണ്ട്. ആയതിനാൽ അവന്റെ സമക്ഷം കരയുന്ന കണ്ണുകളാണ് കാഴ്ചവെക്കേണ്ടത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ചിലർ കരുതുന്നത് ദൈവസമക്ഷം കരഞ്ഞു വിലപിക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ ലഭിക്കില്ലെന്നാണ്. അത് തീർത്തും തെറ്റും അബദ്ധവുമാണ്. അത്തരക്കാർ ദൈവത്തിന്റെ അസ്തിത്വത്തിലും അവന്റെ സിഫത്തുകളിലും കഴിവുകളിലും ശേഷികളിലും വിശ്വാസം അർപ്പിക്കാത്തവരാണ്. അവരിൽ യഥാർത്ഥ ഈമാൻ കുടികൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ പറയാൻ അവരൊരിക്കലും ധൈര്യപ്പെടുമായിരുന്നില്ല. അള്ളാഹുവിന്റെ സമക്ഷം ആരെങ്കിലും വരികയും യഥാർത്ഥ പശ്ചാത്താപത്താൽ മാനസാന്തരപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ തന്നെ അള്ളാഹു എപ്പോഴും അവരെ അനുഗ്രഹിച്ചരുളിയിട്ടുണ്ട്. ആരോ ഒരാൾ ഈ പറഞ്ഞത് എത്ര വസ്തുനിഷ്ഠമാണ്. ആഷിഖ് കെ ശുദ് കെ യാർ ബഹാലിഷ് നസർ നക്കർ എ ഖ്വാജ ദർ നീസ്ത് വഗർന തബി ഭസ്ത്. അതായത് ആരിലാണ് ദൈവപ്രേമിയായ ശേഷം ദൈവകടാക്ഷം ഇല്ലാതെ വന്നിട്ടുള്ളത്? ദൈവകടാക്ഷം ആർക്കാണ് ലഭിക്കാതിരുന്നിട്ടുള്ളത്? ദൈവപ്രേമിയായ ശേഷം ഇയാൾ വേദന അനുഭവിക്കുന്നവനേ അല്ല സത്യത്തിൽ. കാരണം വൈദ്യൻ മുന്നിൽ തന്നെയുണ്ട്. അള്ളാഹു ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന്റെ സമക്ഷം ശുദ്ധമാനസ്കരായി വരാനാണ്. അവന് അനുയോജ്യമായ നിലയിൽ തങ്ങളെ ആക്കി തീർക്കണമെന്നതാണ് അതിനുള്ള നിബന്ധന. ദൈവസമക്ഷം ഹാജരാകുന്നതിന് അർഹരാക്കും വിധത്തിലുള്ള സൽപരിവർത്തനം തങ്ങളിൽ സംജാതമാക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ദൈവത്തിന് അസാധാരണവും വിചിത്രവുമായ ശക്തിവിലാസങ്ങളുണ്ട്. അവനിൽ അനന്തമായ അനുഗ്രഹാശിസുകളുണ്ട്. എന്നാൽ അത് കാണുന്നതിനും നേടുന്നതിനുമായി പ്രേമത്തിന്റെ കണ്ണുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സത്യപ്രേമം ഉണ്ടെങ്കിൽ അള്ളാഹു വളരെയധികം ദുആകൾ സ്വീകരിക്കുന്നു, സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു.
തുടർന്ന് അദ്ദേഹം പറയുന്നു, വിശ്വാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. അതായത് അള്ളാഹുവിനെ നിന്നും ഇരുന്നും കിടക്കകളിൽ കിടന്നും സ്മരിക്കുന്നവരാണ് വിശ്വാസികൾ. ആകാശഭൂമികളിലുള്ള വിചിത്ര സൃഷ്ടിപ്പുകളിൽ അവർ കൂലങ്കുഷമായി ചിന്തിക്കുന്നു. അവർക്ക് മുമ്പാകെ ദൈവ സൃഷ്ടിപ്പിന്റെ ജ്ഞാനരഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഇപ്രകാരം അവർ പറയുന്നു, നീ ഈ സൃഷ്ടിപ്പുകളെ വൃഥാവിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് പ്രത്യേകതരം വിശ്വാസികളായവർ സൃഷ്ടിജ്ഞാനവും പ്രപഞ്ചജ്ഞാനവും കാരണത്താൽ ലൗകിക പൂജകരെ പോലെ വെറും ഇത്രമാത്രം പറഞ്ഞ് നിർത്തുന്നതല്ല. അതായത് ഭൂമിയുടെ രൂപാകാരം ഇപ്രകാരമാണ്, അതിന്റെ ചുറ്റളവ് ഇത്രയാണ്, അതിന്റെ ഗുരുത്വാകർഷണം ഇவ்விധമാണ്, സൂര്യചന്ദ്ര നക്ഷത്രാദികളുമായി അതിനുള്ള ബന്ധം ഇത്തരത്തിലുള്ളതാണെന്ന് മാത്രം അംഗീകരിക്കുന്നവരായിരിക്കില്ല അവർ. മറിച്ച് അവർ സൃഷ്ടിപ്പിന്റെ മികവിനെ തിരിച്ചറിഞ്ഞ ശേഷം അതിന്റെ സവിശേഷ തത്വങ്ങൾ അറിയുന്നതിനായി സ്രഷ്ടാവിലേക്ക് തിരിയുകയും തങ്ങളുടെ ഈമാനെ സുദൃഢമാക്കുകയും ചെയ്യുന്നു. അതായത് അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് കുമ്പിട്ടുന്നു. ഞാൻ മുമ്പും പറഞ്ഞതുപോലെ തങ്ങളുടെ ഈ ഈമാനെ സുദൃഢമാക്കുന്നു. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ സവിശേഷമായ അടയാളം. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ വ്യതിരിക്തതയും. ഹദരത്ത് അഖ്ദസ് മസീഹ് അൽ ഇസ്ലാം നമുക്ക് നൽകിയ മഹത്തായ ഖജനാവിലെ ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അതിലൂടെ ദുആയുടെ പ്രസക്തിയും യുക്തിയും ദുആ ചെയ്യേണ്ട രീതി, അതിന്റെ തത്വം എന്നീ എല്ലാ കാര്യങ്ങളിലും അല്പാൽപം വെളിച്ചം വീഴുന്നുണ്ട്. നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കുന്നവരായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം സംജാതമാക്കാൻ സാധിക്കുന്നതാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക സ്ഥിതിവിശേഷം സംജാതമാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നവരായി നാം മാറുന്നതാണ്. നാം ഈ റമദാനിൽ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നവരും അവന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരും തങ്ങളുടെ ഈമാനെ സുദൃഢമാക്കുന്നവരും ആയിത്തീരാൻ ശ്രമിക്കേണ്ടതാണ്. ദ്വായുടെ യുക്തിയെയും തത്വത്തെയും മനസ്സിലാക്കേണ്ടതാണ്. തങ്ങളുടെ കർമ്മ സംസ്കരണം നടത്തുന്നവരായി നാം മാറേണ്ടതാണ്. അള്ളാഹുവിന്റെ സവിധത്തിൽ ദുആകൾ സ്വീകരിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ നാം ഉൾപ്പെടേണ്ടതാണ്. ഈ റമദാൻ നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിലും ആത്മീയ ബന്ധത്തിലും ആത്മീയ അവസ്ഥയിലും ഒരു വിപ്ലവം സംജാതമാക്കേണ്ടതാണ്. തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. ഞാൻ മുമ്പും ദുആക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു വന്നതാണ്. പാകിസ്ഥാനിലോ അൾജീരിയയിലോ എവിടെയും മറ്റ് രാജ്യങ്ങളിലോ ഏതു തരത്തിലുമുള്ള പ്രത്യേകിച്ച് ജമാഅത്തിന്റെ പേരിലുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന അഹമ്മദി സഹോദരങ്ങളെ നിങ്ങൾ ദുആയിൽ ഓർക്കുക. പാകിസ്ഥാനിൽ ദിവസേന എന്ന കണക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഏതെങ്കിലുമൊക്കെ വിധേന അഹമ്മദികളെ കഷ്ടപ്പെടുത്തു വരുന്നു. അതുകൊണ്ട് അവർക്കായി പ്രത്യേകം ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അൾജീരിയയിലും സ്ഥിതി മറിച്ചല്ല. അവിടെ വീണ്ടും കേസുകൾ കുത്തിപ്പൊക്കാനുള്ള ഉദ്ദേശം നടക്കുന്നുണ്ട്. അള്ളാഹു അവരെയും സംരക്ഷിക്കുമാറാകട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിലൂടെ സ്വന്തം ദുആകളും സ്വീകരിക്കപ്പെടുന്നതാണ്. ഈ ഒരു ആശയം എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. മാത്രമല്ല, അന്യർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർക്കായി മലക്കുകളും ദുആ ചെയ്യുന്നു. മലക്കുകൾ ദുആ ചെയ്യുന്നത് എത്രയധികം ലാഭകരമായ കച്ചവടമാണ്. അതുകൊണ്ട് നമ്മൾ സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല അന്യർക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹു നമ്മെ ഈ റമദാൻ മാസത്തിൽ Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina ومن يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر